Hi, good morning to all. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 2-ന്റെ സിമ്പിൾ സ്ട്രെസ്സസ് എന്നുള്ള ഇത് പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞു 3 ചെറിയ ചാപ്റ്ററാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതിനകത്തെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വേണ്ടിയത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ എനർജി. അത് 2 ചെറിയ ചാപ്റ്ററാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ 2 ചാപ്റ്ററും തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം, അതൊക്കെയാണ് ചെയ്തു പോകുന്നത്. ഓക്കെ, നമുക്കപ്പം തുടങ്ങാം. അപ്പോൾ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് പറയുമ്പം ഞാൻ ഏത് കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു, സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ, സിമ്പിൾ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് റിലേറ്റഡ് ടു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് നമ്മുടെ ഈ പോർഷൻസ് അല്ലേ. അപ്പം സ്ട്രെസ്, ഫോഴ്സ്, ഏരിയ, ചേഞ്ച് ഇൻ ലെങ്ത്, ഒറിജിനൽ ലെങ്ത്, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലും വരുന്ന ടേംസ്. അപ്പം നമുക്ക് ഇതിനകത്ത് ആദ്യം ഈ എഴുതിയിട്ടിരിക്കുന്ന ഇക്വേഷൻസ്, ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരിക്കലും നമുക്ക് ഈ ഒരു മൊഡ്യൂളിലേക്ക് പോകുമ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തൽ, ഞാനൊരു കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് സെഷൻ പോലെ പറയുകയാണ്. ഈ സ്മോൾ എഫ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രെസ്സിനെയാണ്. സ്ട്രെസ് ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പൊ പി എന്ന് പറയുന്ന ലോഡ് ബൈ ഏരിയ, എഫ് ഇസ് ഈക്വൽ ടു പി ബൈ എ ഓർത്തിരിക്കുക. ഇനി ഇ, സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രെയിനിനെയാണ്. സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്നത് സ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ, അതായത് ഡെൽറ്റ എൽ എന്ന് പറയുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇനി നോക്കിക്കേ, സ്ട്രെസ് എന്താണെന്നും സ്ട്രെയിൻ എന്താണെന്നും നമ്മൾ പറഞ്ഞപ്പം ഇനി സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും കൂടെ കണക്ട് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഹൂക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് വന്നത്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. സ്ട്രെസ് സ്മോൾ ലെറ്റർ എഫ്, ഇവിടെ വാല്യൂ ഉണ്ട്. സ്ട്രെയിൻ സ്മോൾ ലെറ്റർ ഇ, ഇവിടെ വാല്യൂ ഉണ്ട്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയാം. ഇ എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദെൻ നമുക്കപ്പം ഈ എഫിന് പി ബൈ എ എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇക്ക് ഡെൽറ്റ ബൈ ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് പി ബൈ എ, ഇ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ഇ എന്ന് എഴുതിക്കൂടെ ഈ ഇക്വേഷനെ അല്ലേ. അങ്ങനെ വരുമ്പം പി ബൈ എ ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ എന്ന് വരത്തില്ലേ, ഇത് തിരിച്ചിട്ട്. അപ്പൊ നോക്കിക്കേ, ഈസ് ഈക്വൽ ടു ഇ എന്ന് വന്നു. അപ്പം പി എൽ ബൈ എ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഇ. നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് മാത്രമായിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ അങ്ങോട്ടങ്ങ് പോകും, ഇ താഴോട്ട് വരും. ദാറ്റ് ഈസ് പി എൽ ബൈ എ ഇ, ദാറ്റ് ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇക്വേഷൻസിനെ ഇത്രയും കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുലാസ്. ഈ ഫോർമുലയിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ളത് എടുക്കുകയാണ്. അപ്പൊ ഇതൊരു ഫീഡ്ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ എനർജി. അതിനകത്ത് ടെമ്പറേച്ചർ സ്ട്രെസ്സിനെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാം സ്ട്രെസ് എന്താണ്. സ്ട്രെസ് എന്താന്ന് വെച്ചാൽ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ്, ഡീഫോർമേഷനെ ചെറുക്കാനുള്ള ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയയ്ക്കാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ്. ഇനി നമുക്ക് പറയാം ടെമ്പറേച്ചർ നമുക്ക് എല്ലാം അറിയാം, ചൂട് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഒബ്ജക്റ്റും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിനൊരു ചേഞ്ച് ഉണ്ടാവും. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് അതിനൊരു വ്യത്യാസം വരും. അപ്പൊ ടെമ്പറേച്ചർ ചിലപ്പോൾ കൂടുമ്പം എക്സ്പാൻഡ് ചെയ്യാനും ടെമ്പറേച്ചർ കുറയുമ്പം കോൺട്രാക്ട് ചെയ്യാനുമുള്ള എല്ലാ മെറ്റീരിയലിനും അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മനസ്സിലായല്ലോ? എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, വികസിക്കുക, ചുരുങ്ങുക, ടെമ്പറേച്ചറിന് വലിയ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ നോക്കിയേ, അപ്പൊ ടെമ്പറേച്ചറിന് ഉണ്ടാകുമ്പോ അപ്പൊ ഈ വികസിക്കുക, ചുരുങ്ങുക അല്ലെങ്കിൽ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് ദർ ഈസ് ഡീഫോർമേഷൻ. അതിന്റെ ഒറിജിനൽ സൈസിൽ നിന്ന് വികസിക്കുക എന്ന് പറയാം. ഇപ്പൊ നമ്മൾ മെലിഞ്ഞിരിക്കുന്ന ഒരാൾ വണ്ണം വെക്കുക എന്ന് പറഞ്ഞപ്പം ആ ഒരു
ഒരു നേരത്തെ ഉണ്ടായതിൽ നിന്ന് ഒരു ചേഞ്ച് ഇൻ ഷേപ്പ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെന്ന് പറയുമ്പോൾ അവിടെ ഡീഫോർമേഷൻ ഉണ്ടായി, അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് വരാം അല്ലേ. അപ്പൊ നമ്മൾ ഈ സ്ട്രെസ് പറഞ്ഞതെല്ലാം അതിനെക്കുറിച്ചാണ്. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് ഒരു ബോഡിയിലെ ടെമ്പറേച്ചറിനുണ്ടാകുന്ന എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയർ പോലും നല്ല എല്ലാ മെറ്റീരിയലും ടെമ്പറേച്ചർ കൂടുന്ന പിന്നെന്താ വികസിച്ച് മുകളിലേക്ക് വെയിറ്റ് കുറഞ്ഞു പോകും. അതേസമയം ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് എന്ത് പറ്റും, അതിന് ഈർപ്പം ഉണ്ടായിട്ട് ഭാരമുള്ളതാവും എന്നൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള. അപ്പൊ ഏത് മെറ്റീരിയലിനും അപ്പൊ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ റെയിൽവേ ട്രാക്ക് സ്റ്റീൽ കൊണ്ടാണ്, റെയിൽവേ പാളങ്ങൾ. അപ്പൊ അവിടെ വരുമ്പം ജോയിൻസ് കൊടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് റെസിസ്റ്റ് ചെയ്യാനുള്ളത്, അതിനെ എക്സ്പാൻഷൻ ഒരു അലവൻസ് കൊടുക്കുന്നതാണ്. അപ്പം കോൺട്രാക്ഷൻ ഉണ്ടാവാം, അവിടെ ജോയിന്റ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ കോൺക്രീറ്റ്, അപ്പം കോൺക്രീറ്റിനും എക്സ്പാൻഷൻ ജോയിന്റും കോൺട്രാക്ഷൻ ജോയിന്റും ഉണ്ട്. അതെന്താണ് റിലേറ്റഡ് ടു ദിസ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ആണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത്, ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഒരുപാട്. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കുക ടെമ്പറേച്ചർ സ്ട്രെസ് എന്താണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രണ്ട് എക്സാമ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ രണ്ട് എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ പോവാം. ഇവിടെ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു മെറ്റീരിയൽ ഇത്രയും ഈ രീതിയിൽ ഇരിക്കുകയാണ്. ആ സെയിം മെറ്റീരിയല് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരയ്ക്കുന്നു ഈ രീതിയിൽ. ഓക്കെ, ഇനി എന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിന്റെ ഈ ഒരു പേനയെ ഞാൻ ഇവിടെ മുറുക്കി പിടിച്ചിട്ട് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് വലിക്കാൻ പോവാണ് എന്ന് ഉദ്ദേശിക്കുന്ന പോലെ. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു മെറ്റീരിയൽ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അപ്പൊ ഇതും സെയിം, ഇതിന്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാണ്. നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ലോഡ് കൊടുക്കാൻ പോവാണ്. അതായത് ഇവിടെ ടെമ്പറേച്ചർ കൂടുക, ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നിലവിൽ ഇതിങ്ങനെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് ടെമ്പറേച്ചറിലൊരു കൂടലോ കുറയലോ വന്നു. ഇപ്പൊ നമുക്ക് കൂടുന്നു എന്ന് ചിന്തിക്കുക. അപ്പൊ കൂടുന്നു എന്ന് ചിന്തിച്ചപ്പം ഈ സെയിം മെറ്റീരിയല് വണ്ണം കുറഞ്ഞ് ഇച്ചിരൂടെ നീളം കൂടും അല്ലെ. ഇവിടുന്ന് ഇത്ര ഒരു വ്യത്യാസം ഇതിന് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതായത് ടെമ്പറേച്ചർ കൂടുമ്പം എക്സ്പാൻഷൻ ആണ്, അപ്പം ചേഞ്ചിങ് ലെങ്ത് ഉണ്ടായി. ഈ ഉണ്ടായിരിക്കുന്ന എല്ലിൽ നിന്ന് ഒരു ഡെൽറ്റ എൽ വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഈ ഡെൽറ്റ എല്ലുള്ള നീളമുള്ള ഒബ്ജക്റ്റ് ടെമ്പറേച്ചർ ചേഞ്ച് ആയപ്പം ഇത്രയും വ്യത്യാസം വന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തു അതിനെ റെസിസ്റ്റ് ചെയ്യാൻ. ഇവിടോട്ട് ഞാൻ ഈ ഉണ്ടായിരിക്കുന്ന ഡീഫോർമേഷനെ, ഇപ്പൊ ഞാൻ പറയാം മെറ്റീരിയൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഡീഫോർമേഷൻ വന്നങ്ങ് വികസിക്കാൻ പറ്റുമോ? അത് നേരെ പഴയ രീതിയിലാകാനാണ് ടെൻഡൻസി അല്ലേ. അപ്പൊ ഇവിടുന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു, P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ഈ P എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തപ്പം ഇത് ഈ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നു, ഈ L എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് തിരിച്ചു വന്നു. ഇവിടെയുള്ള വ്യത്യാസം എന്താ നിങ്ങൾ മനസ്സിലാക്കിയേ? ഈ എക്സ്റ്റേണൽ ഫോഴ്സിനുള്ള റോൾ എന്താണ് അവിടെ? ടു പ്രിവെന്റ് ദി ഡിഫോർമേഷൻ അല്ലേ. ഈ ഉണ്ടായിരിക്കുന്ന ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഡിഫോർമേഷനെ ആ എക്സ്റ്റേണൽ ഫോഴ്സ് കുറച്ച് പഴയ രീതിയിൽ ആക്കി അല്ലേ, ഈ രീതിയിലാക്കി. അപ്പൊ നോക്കിയേ, ഇത് അനുഭവിക്കുന്ന പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇനി ഒരു ഉദാഹരണം പറയാം. ഈ ഉണ്ടായിരിക്കുന്ന ഡിഫോർമേഷനെ ടോട്ടലി പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ഈ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയാം. രണ്ട് കുട്ടികളാണെന്ന് വിചാരിച്ചോ ഇത് അല്ലെ. ഈ രണ്ട് കുട്ടികൾക്കും പ്രായം 18 ആണെന്ന് വിചാരിക്കുക. 18 വയസ്സുള്ള രണ്ട് കുട്ടികൾ. അപ്പൊ ഈ രണ്ടു പേരുടെയും പ്രായത്തിന്റെ ഇതെന്ന് പറയുന്നത് ഈ കുട്ടിയുടെയും പ്രായം 18 ആണ് അല്ലെ. അപ്പൊ അത് 18 എന്നുള്ള ഞാൻ ടെമ്പറേച്ചറിനെ കാണിക്കുന്നു. ഓക്കെ, ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്റ്റേണൽ അതിന്റെ സ്വഭാവത്തില് ഒരു ചേഞ്ച് ഉണ്ടായി. ആ സ്വഭാവത്തിലെ ചേഞ്ച് ആണ് ഡെൽറ്റ എൽ എന്ന് കരുതുക. ആ കുട്ടിയിലെ സ്വഭാവത്തിലെ ഒരു ഉണ്ടായി നമുക്ക് വേണ്ടാത്ത ചേഞ്ച് ആണ്.
ആവശ്യമില്ലാത്ത നല്ല ചേഞ്ച് അല്ല, നെഗറ്റീവ് ചേഞ്ച് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ആ നെഗറ്റീവ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് ഡെൽറ്റ എൽ ആണ് ഈ കുട്ടിയിൽ. ഓക്കെ, അപ്പോൾ എന്തു ചെയ്തു എന്നറിയാവോ? ഞാൻ ഈ ഡെൽറ്റ എൽ, ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ പി എന്ന് പറയുന്നത് ഞാനാണെന്ന് വെച്ചോ, ഞാൻ അതിനെ ഉപദേശിച്ചപ്പം ആ കുട്ടി പഴയ രീതിയിൽ നല്ല സ്വഭാവത്തിലായി അല്ലെ എന്നും കരുതുക. അപ്പൊ അതിനുണ്ടായ ദുസ്വഭാവം ഡെൽറ്റ എൽ എന്നുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. പക്ഷേ ഞാൻ കൊടുത്ത പ്രഷറിൽ ആ കുട്ടിയിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കി. അത് പഴയ രീതിയിലാവാൻ ഒരുപാട് സ്ട്രെസ് എടുത്തു അല്ലെ. ആ ഇതിന് വേണ്ടിയിട്ട് പഴയ രീതിയിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെസ് അതിന് ഉണ്ടായി. ആ സ്ട്രെസ്സിന് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ കാരണം ഇതിന് ചേഞ്ച് ഉണ്ടായി. ആ ചേഞ്ചിനെ ഇല്ലാതാക്കാൻ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്ത ഉടനെ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനകത്തുണ്ടായ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രെസ്സിന് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് കണ്ടീഷൻ. അതായത് ഈ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ടോട്ടലി പ്രിവെന്റ് ചെയ്തു, ഉണ്ടായിരിക്കുന്ന ആ പന്ന ക്വാളിറ്റിയെ മൊത്തത്തിൽ ഇല്ലാതാക്കി. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് കേസ് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടിക്ക് ഉണ്ടായ ചേഞ്ച് ഇതേപോലെ തന്നെ ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ ചേഞ്ച് ഉണ്ടായി. ഓക്കെ, ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ. അപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ഈ കുട്ടിയെ ഉപദേശിച്ച പോലെ തന്നെ ഞാൻ ഇതിനെയും പ്രഷർ കൊടുത്തു. ഈ പ്രഷർ കൊടുത്തപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉള്ളത് നമുക്കറിയാം. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല അഡ്വൈസ് സ്വീകരിക്കുന്നേ അല്ലേ? അപ്പൊ ഈ കുട്ടിയുടെ പ്രത്യേകത കാരണം ഒരു ചെറിയ ചേഞ്ച്, അത് കംപ്ലീറ്റ് ആയിട്ട് പഴയ രീതിയിൽ വന്നില്ല. പഴയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും മതി, പഴയ രീതി വന്നില്ല. അപ്പൊ എന്ത് പറ്റി? ഒരു ചെറിയ വ്യത്യാസം. ഇത്രയും ഇലോങ്ങേഷൻ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരെ ഇലോങ്ങേഷൻ ഉണ്ടായിരുന്നു. ഈ ഇലോങ്ങേഷൻ എന്ത് ചെയ്തു? ഇത്രയും ആക്കി കുറച്ച് സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. പക്ഷേ കുറച്ചത് ആ ബാഡ് ക്വാളിറ്റി നിലനിർത്തി എന്ന് വിചാരിക്കുക. നമുക്കറിയാം, ഇന്ന് ഉപദേശം കൊണ്ട് ചിലര് ഫുള്ളായിട്ട് മാറും, ചിലര് കുറച്ച് മാറിയിട്ട് കുറച്ചവിടെ ചില ക്വാളിറ്റീസ് അത് പൂർണ്ണമായിട്ട് മാറ്റാൻ അവന് പറ്റാത്ത ഹാബിറ്റ്സ് കാണും എന്ന് പറയുന്ന പോലെ. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. അപ്പൊ ഈ ഉണ്ടാകുന്ന ചേഞ്ചിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ ചെറുതായിട്ട് ഒരു ഡെൽറ്റ എൽ ആണ് ഞാൻ മൊത്തത്തിലുള്ള ആദ്യത്തെ ഇലോങ്ങേഷൻ. ചെറുതായിട്ട് ഒരു ഡെൽറ്റ അവിടെ നിലനിർത്തും. ഓക്കെ, മനസ്സിലായല്ലോ? ആ ഉദാഹരണം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ഇതെന്താ വരുന്നേ? ഇത് ടോട്ടലി പ്രിവെന്റ് ചെയ്തു, ഉണ്ടായ ഡീഫോർമേഷനെ ഇത് ടോട്ടലി പ്രിവെന്റ് ചെയ്തു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട്. ആ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയും. ഇവിടെ അതുപോലെ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് രണ്ടിടത്തും ഇതാണ് ടെമ്പറേച്ചർ എന്ന് വെച്ചോ. പ്രായത്തിന് ഞാൻ 18 എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ആ പ്രായം അത് വന്നപ്പോഴുള്ള വ്യത്യാസമാണ്. ആ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഉണ്ടാകുന്ന ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്ന ചേഞ്ച് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്ത ഉടനെ മുഴുവനായിട്ട് മാറ്റിയില്ല, പാർഷ്യലി പ്രിവെന്റഡ് എന്നാ പറയുക. രണ്ട് കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതില് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്തിനെ പാർഷ്യൽ ആയിട്ടാണ് പ്രിവെന്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ പാർഷ്യലി പ്രിവെന്റഡ് ആയപ്പം there exists a small delta അല്ലെ? അവിടെ ഒരു ചെറിയ ചേഞ്ച് അവിടെ നിപ്പുണ്ട്. അങ്ങനെയുള്ള കേസ്. ഈ കേസ് എന്ന് പറയുന്നത് ടോട്ടലി പ്രിവെന്റഡ്, ഇത് പാർഷ്യലി പ്രിവെന്റഡ് എന്ന് പറയും. ഡിഫോർമേഷനെ പാർഷ്യൽ ആയിട്ട്. ഈ രണ്ട് കേസിലും ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ സ്ട്രെസ് ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നോക്കിയേ. ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്തപ്പോ എന്താണ് അവിടെ വരുന്നത്, നമുക്ക് എന്തിലേക്കാണ് പോകേണ്ടതെന്നൂടെ ചിന്തിക്കണം. നമ്മൾ ഇവിടെ പറഞ്ഞത് മുഴുവൻ ഒരു ഡെൽറ്റ എല്ലിനെ കുറിച്ചാണ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടെമ്പറേച്ചർ സ്ട്രെസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കുള്ളത് ഡെൽറ്റ എൽ ആണ്. അപ്പൊ നമ്മൾ വേഗം ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഡെൽറ്റ എൽ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ ഉണ്ട്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഉണ്ട്.
അതിൽ നിന്ന് നമുക്ക് എഫ് കൂടെ കാണത്തക്ക രീതിയിലുള്ള ഇക്വേഷൻസ് റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് പോകാം. ഞാൻ പറയുന്നു, ഇപ്പം ഒരു ഓബ്ജക്റ്റിനുണ്ടാകുന്ന ചേഞ്ച് ടെമ്പറേച്ചർ കൂടുമ്പം അല്ലെങ്കിൽ ഡെൽറ്റ എൽ ടെമ്പറേച്ചർ സ്ട്രെസ് പറയുമ്പം ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 2 ഫാക്ടറാണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാകുന്നത് 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒന്ന് ഞാൻ പറയത്തില്ല, ഒരു കുട്ടിയുടെ സ്വഭാവം 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചേഞ്ച് ഉണ്ടാകാൻ. ഒന്നെന്ന് പറയുന്നത് അവന്റെ പ്രായം, 2 എന്ന് പറയുന്നത് അവന്റെ സ്വഭാവം നേരത്തെ ഉള്ളത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എന്ന് പറയുന്ന പോലെ ഡെൽറ്റ എൽ ചേഞ്ച് ചെയ്യുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒന്ന് അതിന്റെ ഇനീഷ്യൽ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഒന്ന് അവിടുത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനീഷ്യൽ ലെങ്ത് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കൂടും ഡെൽറ്റ എൽ, കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറയും. ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇലോങ്ങേഷൻ കൂടും അല്ലെ. അപ്പൊ വ്യത്യാസം പ്രൊപ്പോർഷണൽ ആണ്, കൂടുമ്പോ കൂടും കുറയുമ്പം കുറയും അല്ലെ എന്ന് പറയുന്ന പോലെ. അപ്പൊ അതിനെന്താ പറയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ നമുക്ക് പറയാം ഡെൽറ്റ എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ടെമ്പറേച്ചർ. അപ്പം ഒരു ബാറിൽ ഉണ്ടാകുന്ന ഡെൽറ്റ എൽ ഡ്യൂ ടു ടെമ്പറേച്ചർ എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. ലെങ്ത് ഞാൻ ഡെൽറ്റ എൽ എന്നല്ല കൊടുത്തിട്ട് ഇനീഷ്യൽ ലെങ്ത്, ലെങ്ത് ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ് ഈക്വൽ ടു എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയും. ഈ പ്രൊപ്പോർഷണൽ എന്നുള്ളതല്ല, ആൽഫ നമ്മൾ കേട്ടിട്ടുണ്ട്, ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ആൽഫ ബീറ്റ ഗാമയിലെ ഈ ആൽഫയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈസ് ഈക്വൽ ടു എന്നാക്കിയപ്പം ഇവിടെ ആൽഫ എൽ ടി എന്നിട്ടു. ഓക്കെ, ഇനി നോക്കിക്കേ, ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി എന്ന് ഞാൻ ഇട്ടു. പറയാൻ എളുപ്പത്തിനും നമുക്കൊരു ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ചേഞ്ച് ഇൻ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എൽ ആൽഫ ടി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ തൊട്ട് എഴുതുകയാണ് ബേസിക് ഇക്വേഷന്റെ കൂട്ടത്തിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി. എൽ ആൽഫ ടി. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് വേണ്ടിയത് എന്താണ്? ഡെൽറ്റ എൽ അല്ല നമുക്ക് വേണ്ടിയത്. നമുക്ക് എന്താ വേണ്ടിയത്? നമുക്ക് സ്ട്രെസ്സിലേക്ക് പോകണം. സ്ട്രെസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എല്ലിനെ സ്ട്രെസ്സിലേക്ക് പോകാൻ തന്നെ ഡെൽറ്റ എൽ ഇത് കിട്ടിയാൽ പറ്റൂല. എഫ് എന്ന് പറയുന്ന ഒരു ടേം ഇതിനകത്തില്ല. അപ്പൊ നോക്കിയേ, എഫ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്നുണ്ട്. അവിടെ നമുക്ക് ഇക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എൽ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് വേണം എന്നറിയാം? ടെമ്പറേച്ചർ സ്ട്രെസ് കാണാനായിട്ട് നമുക്ക് എന്താ എഫ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്ന് എഴുതാം. ഇ ഇൻറ്റു ഇ എന്ന് എഴുതി. ഇനി എഫ് ഈസ് ഈക്വൽ ടു ഇക്ക് എങ്ങനെ എഴുതാം? ഇക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഇ എന്ന് എഴുതി. ഓക്കെ, ഇനി എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എല്ലിന് എന്ത് വാല്യൂ കൊടുക്കാം? നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ എല്ലിന് എൽ ആൽഫ ടി ബൈ എൽ ഇൻറ്റു ഇ എന്നായി. ഓക്കെ, അതായത് എഫിന് ഇ എന്നുള്ള ടേമിന് നമ്മൾ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് കൊടുത്തു. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഇ എന്ന് കൊടുത്തു. ഇനി ഡെൽറ്റ എല്ലിന് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് എൽ ആൽഫ ടി, ആ വാല്യൂ കൊടുത്തു. എൽ ആൽഫ ടി ബൈ എൽ ഇൻറ്റു ഇ. അപ്പൊ ഈ എല്ലും ഈ എല്ലൂടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് വന്നു? ടെമ്പറേച്ചർ സ്ട്രെസ് എഫ് ഈസ് ഈക്വൽ ടു ഇ ആൽഫ ടി. ഇ ആൽഫ ടി ഒന്ന് റീഅറേഞ്ച് ചെയ്തത് ഇക്ക് ഒരു പ്രാധാന്യം കൊടുത്തു. ഒരു ക്യാപിറ്റൽ ലെറ്റർ കിടന്നോട്ടെ, അത് ആദ്യം ആയിക്കോട്ടെ. ഇ ആൽഫ ടി. അപ്പം ടെമ്പറേച്ചർ സ്ട്രെസ് ടോട്ടലി പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിനകത്തുണ്ടാകുന്ന ഡീഫോർമേഷനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എഫ് ഈസ് ഈക്വൽ ടു ഇ ആൽഫ ടി. അതപ്പോ എങ്ങനെയാണ്? ടോട്ടലി പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ, ടോട്ടലി പ്രിവെന്റ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ടോട്ടലി പ്രിവെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ സ്ട്രെസ് എഫ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആൽഫ ടി.
ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ ഈ സെക്കൻഡ് കേസിലേക്ക് പോകാം. അയാൾക്കുണ്ടായിരിക്കുന്ന സ്വഭാവത്തിന് മൊത്തത്തിൽ മാറ്റാൻ പറ്റിയില്ല, ഒരു ചെറുതവിടെ നിലനിൽക്കുന്നു. അപ്പൊ നോക്കിയേ, ഇവിടെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇത്രയാണ് അല്ലെ, പക്ഷെ ഇവിടെ കേസില് ഡെൽറ്റ എൽ എന്ന് പറയുന്ന മൊത്തം ഡെൽറ്റ എൽ ഇത്രയായിരുന്നു, അതിനകത്ത് ഡെൽറ്റ നിപ്പുണ്ട്. സോ ഇവിടുത്തെ ആക്ച്വൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ, ഈ ഡെൽറ്റ എല്ലിന്ന് ഈ കൊച്ചു ഡെൽറ്റ കുറയുന്നതാണ് ഇവിടുത്തെ ഈ കേസിലെ ആക്ച്വൽ ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, സെയിം ഇത് പോയതുപോലെ നമുക്കൊന്ന് പോകാം. ഇനി ഡെൽറ്റ എൽ കാണാനുള്ള ഇക്വേഷൻ, ഡെൽറ്റ എൽ, ഇവിടുത്തെ ഡെൽറ്റ എൽ വ്യത്യാസമാണ്, ഈ ഡെൽറ്റ എൽ അല്ല. ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡെൽറ്റ എല്ലിന് ഒരു കൊച്ചു ഡെൽറ്റ കുറയ്ക്കുന്നതാണ് ഇവിടുത്തെ ഡെൽറ്റ എൽ. ഞാൻ പറഞ്ഞു ഒരു ചെറുത് നിപ്പുണ്ട് ഇവിടെ അല്ലേ. അപ്പൊ നോക്കി, ഈ ഡെൽറ്റ എൽ ഈസിക്കൽ, ഈ ഡെൽറ്റ എൽ എന്താണ്, നമ്മുടെ സെയിം ആദ്യം ഉണ്ടായ ഡെൽറ്റ എൽ തന്നെയാണ്. അതിന്റെ ഇക്വേഷൻ എൽ ആൽഫ ടി ആണ്. ഈ ഡെൽറ്റ എല്ലിന് നമ്മൾ എന്ത് കൊടുത്തു, എൽ ആൽഫ ടി. ഓക്കെ, എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. ഈ ഡെൽറ്റ എല്ലിന് നമ്മൾ ഏത് ഇക്വേഷനാണ് കൊണ്ടുവന്നേ, ഈ ഇക്വേഷനാണ് കൊണ്ടുവന്നേ, ഈ ഡെൽറ്റ എല്ലിന്. ഓക്കെ, അപ്പൊ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. ഓക്കെ, സെയിം ഇവിടുത്തെ കൂട്ട. ഇനി നമുക്ക് എന്താ വേണ്ടേ, സ്ട്രെസ്, ടെമ്പറേച്ചർ സ്ട്രെസ് എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെയാ വരുന്നത്, എഫ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, ഇ ഇൻറ്റു ഇ. ആ ഇ എന്താണ്, ഇ എന്താണ്, ഇക്ക് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഇ, ഇയുടെ വാല്യൂ അല്ലേ, ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ. then f is equal to ഡെൽറ്റ എല്ലിന് എന്ത് വാല്യൂ കൊടുക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്, എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ, ഡെൽറ്റ എല്ലിന്റെ വാല്യൂ ആയി ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഇ എന്ന് വന്നു. ശരിയല്ലേ? ഇനി നോക്കിക്കേ, എഫ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ട് കോമൺ ഡിനോമിനേറ്റർ അല്ലേ എൽ അല്ലേ, അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. എൽ ആൽഫ ടി ബൈ എൽ മൈനസ് ഡെൽറ്റ, ഈ ഡെൽറ്റ ബൈ എൽ ഇൻറ്റു ഇ അല്ലേ. ഈ എല്ലും ഈ എല്ലുടെ ക്യാൻസൽ ആയി പോയി. അപ്പൊ എങ്ങനെ ഇക്വേഷൻ വന്നത്, എഫ് ഈസ് ഈക്വൽ ടു നോക്കിയേ എന്തൊക്കെ കിടപ്പുണ്ട്, ആൽഫ ടി മൈനസ് ഡെൽറ്റ, ഈ എൽ എന്ന് പറയുന്നത് ആദ്യത്തെ കേസിലെ ഈ അല്ല, ആൽഫ ടി മൈനസ് ഡെൽറ്റ, ആൽഫ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ ഇൻറ്റു ഒരു ഈ കിടപ്പില്ലേ, എഫ് ഈസ് ഈക്വൽ ടു, നോക്കൂ, എഫ് ഈസ് ഈക്വൽ ടു ആൽഫ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ, ആൽഫ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ ഇൻറ്റു ഇ എന്നുള്ളത് ഞാൻ ആദ്യം അങ്ങാക്കി. അപ്പൊ ഈ കേസ് എന്ന് പറയുന്നത് പാർഷ്യലി പ്രിവെന്റഡ് ആണ്. ഇഫ് ദ ഡിഫോർമേഷൻ ഈസ് പാർഷ്യലി പ്രിവെന്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഫുള്ളി പ്രിവെന്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഇതിന്റെ ഇവിടെ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഓക്കെ, നമുക്കിപ്പോ ടോട്ടലി പ്രിവെന്റ്, പാർഷ്യലി പ്രിവെന്റ്, നമ്മളിപ്പം ഇത്രയും ഇക്വേഷൻസ് എഴുതി വെച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി സ്ട്രെസ്സസ്. ഓക്കെ, അപ്പൊ ഞാൻ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്ലൂറൽ വന്നു. അപ്പൊ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനകത്ത് ഒരു എ പാർട്ടും ഒരു ബി പാർട്ടും ഉണ്ട്. അപ്പം എയിലും സ്ട്രെസ് ആണ് കാണേണ്ടത്, ബിയിലും സ്ട്രെസ് ആണ് കാണേണ്ടത്. ഡിറ്റർമിൻ ദി സ്ട്രെസ്സസ്. ഇനി അതിന്റെ എ പാർട്ട് ഞാൻ വായിക്കാൻ പോവാണ്. എറൈസിംഗ് ഇൻ സ്റ്റീൽ. അപ്പൊ നമ്മുടെ കഥാനായിക അതിനകത്തെ ആർക്കാണ് ചേഞ്ച് ഉണ്ടാകുന്നത്, സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീലാണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ. സ്റ്റീലിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റീൽ റെയിൽസ്, പാളങ്ങള്, റെയിൽവേ റെയിൽസ് ഇൻ സമ്മർ at the temperature of 42 degrees centigrade. If the rails have been laid at 12 degrees centigrade without clearance in winter, അതായത്
ഒരു മൈൽഡ് സ്റ്റീലാണ് റെയിൽസിന് പാളങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാളത്തിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കണ്ടുപിടിക്കേണ്ടത് എപ്പോഴത്തെയാണെന്നറിയാം? സമ്മറിൽ ടെമ്പറേച്ചർ 42 ഡിഗ്രി സെന്റിഗ്രേഡ് ആയപ്പം സമ്മർ സീസണിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 42 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഓക്കെ, ഇനി അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ലേ ചെയ്തത് ഇഫ് ദ റെയിൽസ് ഹാവ് ബീൻ ലെയ്ഡ് അറ്റ് 12 ഡിഗ്രി സെന്റിഗ്രേഡ് വിത്തൗട്ട് ക്ലിയറൻസ് ഇൻ വിന്ററിൽ 12 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് അത് ലേ ചെയ്തിരിക്കുന്നത്. വിത്തൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നുണ്ട്, അതായത് ടോട്ടലി പ്രിവെന്റഡ് എന്നുള്ള കണ്ടീഷനാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഡിറ്റർമിൻ ദി സ്ട്രെസ്സസ് എറൈസിംഗ് ഇൻ സ്റ്റീൽ റെയിൽസ് ഇൻ സമ്മറിലേതാണ് കാണേണ്ടത്. സമ്മർ എന്ന് പറയുമ്പോൾ ചൂടുള്ള സമയമാണ്. അപ്പം സമ്മറിലേതാണ് അറ്റ് ടെമ്പറേച്ചർ ഓഫ് 42 ഡിഗ്രി സെന്റിഗ്രേഡ് കാണേണ്ടത്. ആ റെയിൽ ഇട്ടിരിക്കുന്നത് വിന്ററിലാണ്, തണുപ്പ് സീസണിലാണ്. അന്ന് 12 ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വിന്ററിൽ ലേ ചെയ്ത റെയിലാണ്. അത് സമ്മറിൽ 42 ഡിഗ്രിയിൽ വന്നപ്പം ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? അങ്ങനെ വന്നപ്പം ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് വിത്തൗട്ട് ക്ലിയറൻസ് ഇൻ വിന്റർ എന്നാണ്. അതായത് ടോട്ടലി പ്രിവെന്റഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ബി പാർട്ട് എന്ന് പറയുന്നത് ഇഫ് എ ക്ലിയറൻസ് ഓഫ് 0.2 മില്ലിമീറ്റർ per meter is left between rails, what will be the stress in the rails now? B part. അതായത് ആദ്യത്തെ കേസ് പറയുന്നത് there is no clearance in winter. അതായത് ഇതിന്റെ എന്താ ഡിഫോർമേഷനെ, അതായത് ഇലോങ്ങേഷനെ ടോട്ടലി പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ്. വിന്ററിൽ ക്ലിയറൻസ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയോ? സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് പെർ മീറ്റർ വെച്ച് 0.2 mm അവിടെ റീറ്റെയിൻ ചെയ്യും. ചേഞ്ച് ഇൻ ലെങ്ത് പെർ മീറ്ററിൽ 0.2 mm വെച്ച് റീറ്റെയിൻ ചെയ്യും. അപ്പൊ ഈ സ്ട്രെസ് ഇവിടുത്തെ ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസ് ടോട്ടലി പ്രിവെന്റഡ് ആണ്. രണ്ടാമത്തെ കേസ് സ്റ്റീലിന് സെയിം മെറ്റീരിയൽ സെയിം കാലാവസ്ഥ സമ്മറിൽ 42 ഡിഗ്രിയിലാണ് കാണേണ്ടത്. വിന്ററിലാണ് ലേ ചെയ്തിരിക്കുന്നത് 12 ഡിഗ്രി സെന്റിഗ്രേഡില്. ഓക്കെ, ഇനി ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഒരു 0.2 mm പെർ മീറ്റർ ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിഫോർമേഷൻ അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്ന് പറയുന്നത് പാർഷ്യലി പ്രിവെന്റഡ് ആണ്. ഇവിടുത്തെ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് കേസിലെ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ we have the equation F is equal to, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ is equal to 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ്. ഓക്കെ, അതുപോലെ ആൽഫ എസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആൽഫ എന്ന് പറയുന്നത്, അതായത് ഞാൻ ആദ്യമേ പറയേണ്ടിയിരുന്നു, കുറച്ചു മുമ്പ് പറഞ്ഞു, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എൽ ആൽഫ ടി എന്ന് ഞാൻ എഴുതിയില്ലേ? അതായത് ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് പറഞ്ഞു, ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയുന്നു. അപ്പൊ ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ഇൻറ്റു ടി. അപ്പൊ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കൊടുത്ത് ആൽഫ എൽ ടി എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. ഈ കോൺസ്റ്റന്റിന് പറയുന്ന പേര് ലീനിയർ തെർമൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്നാ പറയുക. അതായത് ടെമ്പറേച്ചറിന്റെ 1 ഡിഗ്രി ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന പെർ മീറ്റർ ലെങ്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് അങ്ങനെ പറയുക. അതെന്ന് പറയുന്നത് മെറ്റീരിയൽ ടു മെറ്റീരിയൽ ആൽഫ വ്യത്യാസം വരും. നമ്മളിപ്പം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒരു മെറ്റീരിയലിന്റെ അല്ല വേറൊരു മെറ്റീരിയലിന്റെ. അതായത് ഞാൻ പറയാം, ഞാനുണ്ട്, നിങ്ങളിൽ ഒരാള്, രണ്ടുപേരും എന്ന് പറയുന്നത് രണ്ട് പേഴ്സൺ ആണ്, അല്ലെ? എന്റെ ബോഡി സ്ട്രക്ചറോ ജീനോ ഒന്നും ആയിരിക്കത്തില്ല നിങ്ങളിൽ ഒരാൾക്കുള്ളത്. അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ വ്യത്യാസപ്പെടും എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഞാൻ പറയാം, ഒരു ചൂട് വരുന്ന ഉടനെ രണ്ടുപേർ ഒരേപോലെ ഇരിക്കുകയാണ്, അവിടെ ടെമ്പറേച്ചർ വരുന്നു.
അല്ലെങ്കിൽ നല്ല വെയിലത്ത് രണ്ടുപേര് നിൽക്കുകയാണ്, ഒരാൾക്ക് ചിലപ്പം പെട്ടെന്ന് ടയേർഡാവും, അയാൾ ചാടി അകത്ത് തണലത്ത് പോകും, മറ്റൊരാൾക്ക് ഇച്ചിരൂടെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? ആ വ്യത്യാസം മെറ്റീരിയൽ ടു മെറ്റീരിയൽ തെർമൽ കോഎഫിഷ്യന്റ്, അതായത് ആൽഫ എന്ന് പറയുന്നത്, അതായത് 1 ഡിഗ്രി കൂടുമ്പം അതിന് മീറ്ററിലുണ്ടാകുന്ന ചേഞ്ച് മെറ്റീരിയൽ ടു മെറ്റീരിയൽ വ്യത്യാസമാണ്. അതായത് ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, എല്ലാം ഒന്നിന്റെ അല്ല വേറൊന്നിന്റെ. ഓക്കെ, ഞാനിത് ആദ്യം പറഞ്ഞപ്പം വിട്ടുപോയി, അപ്പൊ ഇത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൽഫ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ നോക്കിയേ, ഈ ആൽഫ സ്റ്റീലിന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇത്. അപ്പൊ സ്റ്റീലിന്റെ ആൽഫ എന്ന് പറയുന്നത് 12.5 into 10⁻⁻6 ഡിഗ്രി പെർ സെന്റിഗ്രേഡ് എന്നാ പറയുക, ഡിഗ്രി പെർ സെന്റിഗ്രേഡ്. ഓക്കെ, അപ്പം ആൽഫ 2 എന്ന് പറയുന്നത് 12.5 into 10⁻⁻6 ഡിഗ്രി പെർ സെന്റിഗ്രേഡ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്താ വേണ്ടിയത്? സ്ട്രെസ് ആണ് വേണ്ടിയത്. ഈ സ്ട്രെസ് ആണ് വേണ്ടിയത്. അപ്പൊ സ്ട്രെസ് ടോട്ടലി പ്രിവെന്റഡ്. അപ്പൊ നമുക്കറിയാം ടോട്ടലി പ്രിവെന്റഡ് ആണ്. ആദ്യത്തെ കേസ് ടോട്ടലി പ്രിവെന്റഡ് ആണ്. F is equal to E into alpha into T. Okay, E into alpha into T. അതായത് E is equal to E യുടെ വാല്യൂ 2 into 10⁻5 into 2 into 10⁻5 into then ആൽഫ എന്ന് പറയുന്നത് ആൽഫ സ്റ്റീലിന്റെ തെർമൽ കോഎഫിഷ്യന്റ് 12.5 into 10⁻⁻6 into ടെമ്പറേച്ചർ എങ്ങനെയാ വരുന്നത്? ഈ ആൽഫ ടി എന്നാ വരുന്നത് അല്ലേ? ഇയുടെ വാല്യൂ കൊടുത്തു, ആൽഫയുടെ വാല്യൂ കൊടുത്തു, ഇനി ടെമ്പറേച്ചറിന്റെ ആ വ്യത്യാസം, അതായത് 12 ഡിഗ്രി ടെമ്പറേച്ചറിൽ ലേ ചെയ്ത എന്താണ് സ്റ്റീല് 42 ഡിഗ്രി ഉണ്ടായപ്പോഴത്തെ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്ര ആണ് ടെമ്പറേച്ചർ അവിടുത്തെ വന്നിരിക്കുന്നത്? 42 മൈനസ് 12. ഓക്കെ, അപ്പം 2 into 10⁻5 into 12.5 into 10⁻⁻6 into 30 is equal to സ്ട്രെസിന്റെ വാല്യൂ 75 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, സ്ട്രെസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ദെൻ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് എന്ന് പറയുന്നത് പാർഷ്യലി ആണ്. കാരണം അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഇഫ് എ ക്ലിയറൻസ് ഓഫ് 0.2 millimeter per meter is left between rails, അതായത് സ്വഭാവം മൊത്തത്തിൽ മാറിയിട്ടില്ല. ഒരു 0.2 mm പെർ മീറ്ററിന് അവിടെ നിലനിൽക്കുന്നുണ്ട്. പെർ മീറ്ററിന് റെയിലിന്റെ നീളം 1 മീറ്റർ അല്ല, ഒത്തിരി മീറ്റർ ഉണ്ട്. അപ്പൊ പെർ മീറ്ററിന് 0.2 mm അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? Partially prevented, small letter f is equal to E into alpha t minus delta by L. ഈയുടെ വാല്യൂ നമുക്കറിയാം. ഈയുടെ വാല്യൂ 2 into 10⁻5 into ആൽഫയുടെ വാല്യൂ നമുക്കറിയാം. ആൽഫ is 12.5 into 10⁻⁻6 into ടെമ്പറേച്ചർ 30 അല്ലേ? മൈനസ് ഇത് ഒരേ രീതിയിൽ വരണം. ഇത് ആയതുകൊണ്ട് ഇപ്പൊ സാരമില്ല, ഇതിപ്പോ ഈക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലോ. മൈനസ് ഡെൽറ്റ എത്രയാണ്? എത്ര നിലനിർത്തുന്നുണ്ട്? 0.2. L എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 0.2 millimeter per meter, 1 മീറ്ററിന്. അപ്പൊ ഒറിജിനലി 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 1 മീറ്ററിന്റെ കൂടെ 0.2 കൂടെ കൂടും, വ്യത്യാസം കൂടുന്നത് അല്ലേ? 1 മീറ്ററിന് 0.2 നിലനിർത്തുന്നുണ്ട്. അപ്പം ഒറിജിനൽ ലെങ്ത് എത്ര ആയിട്ട് എടുക്കണം? ഒറിജിനൽ ലെങ്ത് L ഈസ് ടേക്കൺ ആസ് 1 മീറ്റർ. ഇവിടെ പെർ മീറ്റർ എന്ന് പറഞ്ഞതുകൊണ്ടാ. അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് 1 into 10⁻3 millimeter ആണ്. നമുക്ക് മില്ലിമീറ്ററിലും ന്യൂട്ടണിലും ഒക്കെ മതി. ഓക്കെ, അപ്പൊ 0.2 divided by 1000 is equal to എത്ര വരും? നമുക്കെല്ലാം ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയും കൊടുക്കുന്ന ഉടനെ ഇവിടുത്തെ വാല്യൂ 35 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇവിടെ ടോട്ടലി പ്രിവെന്റ് ചെയ്യാൻ അപ്പോഴാണ് കൂടുതൽ സ്ട്രെസ് വരുന്നത്. മൊത്തത്തിലുള്ള സ്വഭാവം വ്യത്യാസപ്പെടുത്താനാണ് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടത്. അതാണ് 75. ഇത് കുറച്ച് മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ, കുറച്ച് അവിടെ നിലനിർത്തി. അവിടുത്തെ ഇന്റേണൽ സ്ട്രെസ്, ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത് 35 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പം ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത് ഇതിനകത്ത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സിന്റെ രണ്ട് മെറ്റീരിയൽ വരികയാണെങ്കിൽ, രണ്ട് മെറ്റീരിയൽ വെച്ച് നമ്മളിപ്പോൾ രണ്ട് മെറ്റീരിയൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരുപാട് കേസസ് കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയും. എന്താ കോമ്പോസിറ്റ് മെറ്റീരിയൽ? കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയും. കോമ്പോസിറ്റ് മെറ്റീരിയലിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കോൺക്രീറ്റ് തന്നെയാണ്. സിവിലുകാരെ സംബന്ധിച്ച് പറയാൻ എളുപ്പം കോൺക്രീറ്റാണ്. കാരണം കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പം സിമെന്റ് ഉണ്ട്, അഗ്രിഗേറ്റ് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, അല്ലേ? ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. നമ്മുടെ ഒരു ക്ലാസ് റൂം പറയുക, എക്സാമ്പിൾ ഒരു ക്ലാസ് റൂം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന 60 കുട്ടികളുണ്ടെങ്കിൽ ആ 60 കുട്ടികളും വ്യത്യസ്ത സ്വഭാവക്കാരാണ്, അല്ലേ? ആ 60 കുട്ടികളുടെ യങ്സ് മോഡൽസ് ഓഫ് കുടുംബ പശ്ചാത്തലം വ്യത്യാസമായിരിക്കും. അവർക്ക് അറിയാനുള്ള ബുദ്ധി വ്യത്യാസമായിരിക്കും. പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നതിൽ സ്റ്റീലുണ്ട്, അഗ്രിഗേറ്റ് ഉണ്ട്, സിമെന്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ ഇതായിട്ട് നിൽക്കുമ്പോൾ ഈ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും നിൽക്കുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ യങ്സ് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, ഓരോ ആൽഫയാണ്. ആൽഫ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഓരോ ആൽഫയാ. ഇപ്പം ചൂടാകുമ്പം കല്ലിന് ഉണ്ടാകുന്ന വ്യത്യാസമല്ല ചൂടാകുമ്പോൾ സ്റ്റീലിനുണ്ടാകുന്നത്, എക്സ്പാൻഷൻ വ്യത്യാസമാണ്, അല്ലേ? അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന കോൺക്രീറ്റ് വയർ എന്ന് പറയുന്ന പോലെ നമുക്കറിയാം. ഇപ്പം നമ്മുടെ കോപ്പർ വയർ ഇല്ലേ, കോപ്പർ വയർ കറണ്ട് ക്യാരിങ് വയർ. ആ കോപ്പർ വയർ അകത്തൂടെ പോകുന്നുണ്ട്. അതിന്റെ പുറത്ത് എന്തോ ഉണ്ട്? ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്, ഇൻസുലേഷൻ ഉണ്ട്, പ്ലാസ്റ്റിക് കോട്ടഡ് മെറ്റീരിയൽ ഉണ്ട്. കണ്ടിട്ടുണ്ടല്ലോ? അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം? ഒരു വയറിനെ, കണക്ഷൻ കൊടുക്കുന്ന ഒരു വയറിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഒരേ നീളത്തിലെടുത്തു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, പുറത്തൊരു മെറ്റീരിയൽ, അകത്തൂടെ ഒരു മെറ്റീരിയൽ, പക്ഷെ രണ്ടിൻ്റെ ലെങ്ത് ഒന്നല്ലേ? ആണല്ലോ. അതായത് ഇങ്ങനെ ഇൻസുലേഷൻ വയർ ഇങ്ങനെ പോയിരിക്കുക, ഇതിനകത്തൂടെ കോപ്പർ വയർ ഇങ്ങനെ പോയിട്ടുണ്ട് ഇതിനകത്തൂടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പീസ് മുറിച്ചെടുക്കുമ്പോൾ ഒരേ ലെങ്ത് ആണ് രണ്ടിനും. ആ പുറത്തെ കവറിനും അകത്തെ ചെമ്പ് കമ്പിക്ക് ഒരേ നീളമാണ്. പക്ഷെ ഇത് രണ്ടും രണ്ട് സ്വഭാവം കാണിക്കുന്നതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കോപ്പറിനുണ്ടാകുന്ന ചേഞ്ച് ആയിരിക്കത്തില്ല പ്ലാസ്റ്റിക്കിനുണ്ടാകുന്ന ചേഞ്ച്, അല്ലേ? ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ ഇതിന്റെ യങ്സ് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആദ്യത്തെ ആയിരിക്കത്തില്ല, രണ്ടാമത്തെ. ഇനി അതിനകത്തുണ്ടാകുന്ന ആൽഫ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഈസ് വെരി ഡിഫറെന്റ്, അല്ലേ? അകത്തെ ചെമ്പ് കമ്പിയുടെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ അല്ല പുറത്തെ പ്ലാസ്റ്റിക്കിന്റെ. രണ്ടും രണ്ട് ജനിസിൽപ്പെട്ടതാ, അല്ലേ? അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽ ഒന്നിച്ച് വരുമ്പോൾ അതിനെയാണ് രണ്ടോ അതിലധികമോ, ചിലപ്പോൾ ഒരേ മെറ്റീരിയൽ ഒന്നിച്ച് വരാം, രണ്ട് മെറ്റീരിയൽ വ്യത്യാസമുള്ളവരെ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനകത്തെ ടെമ്പറേച്ചർ സ്ട്രെസ്? നമ്മൾ ആദ്യം പറഞ്ഞത് ടെമ്പറേച്ചർ സ്ട്രെസ് എന്താന്ന് പറഞ്ഞു. ടെമ്പറേച്ചറിനനുസരിച്ച് ഉണ്ടാകുന്ന വ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടി എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നതിനെ ഒറിജിനലിലേക്ക് പോകാനുള്ള അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, അതിനെയാണ് ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ടോട്ടലി പ്രിവെന്റ് ചെയ്യുന്ന കേസ് പഠിച്ചു, പാർഷ്യലി പ്രിവെന്റ് ചെയ്യുന്ന കേസ് പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഉദാഹരണത്തിന് ഇതൊരു സ്റ്റീൽ റോഡാണ്, അല്ലെ? ഈ സ്റ്റീൽ റോഡിന്റെ അതേ നീളത്തിലുള്ള ഒരു കോപ്പറിന്റെ കേസ് എടുത്തു, ഒരു ബോക്സ്. ഇതിനെ ഞാൻ സൂക്ഷിക്കുന്നത് ഈ ബോക്സിനകത്താണ്. ഓക്കെ, ഈ ബോക്സ്, അപ്പൊ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്, ഇതിനകത്തത് സ്റ്റീലാണ്. അപ്പൊ ഇതൊരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. പുറത്തത് കോപ്പറും അകത്തത് സ്റ്റീൽ. ഒരേ നീളത്തിലുള്ള സാധനമാണ്, പക്ഷേ ഇതിന് ഉണ്ടാകുന്ന വ്യത്യാസം രണ്ട് തരത്തിലാണ്. അപ്പം നോക്കിയേ, ഞാനൊന്ന് കാണിക്കുകയാണെങ്കിൽ ഇവിടെ
ഇതിനെ രണ്ടായിട്ട് ഞാൻ വരയ്ക്കും. ഈ രണ്ട് മെറ്റീരിയലിനെ രണ്ടായിട്ടാണ് വരയ്ക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അകത്ത് വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ കോപ്പറിനെയും ബ്രാസിനെയും ഇങ്ങനെ രണ്ടാക്കി ഞാനിങ്ങനെ വരച്ചു. രണ്ടിന്റെ നീളം സെയിം ആണ്, ലെങ്ത് L ആണ്. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുക. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് ഇതിനൊരു ടെമ്പറേച്ചർ, ഇപ്പൊ ഒരു മുറിയിൽ ഇരിക്കുക രണ്ടുപേര്, ടെമ്പറേച്ചർ എന്നാ ഒരാൾക്ക് ഞാൻ ഇത്രയും കൂട്ടാം വേറൊരാൾക്ക് ഇത്രയും കൂട്ടാം എന്നോ അല്ല. കോമൺ ആയിട്ട് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്നു, രണ്ടുപേർക്കും ഒരേപോലെയാണ് അത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഉണ്ടാകുന്ന വ്യത്യാസം വേറെയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ട് T ആണ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി നോക്കിയേ, ഇതിനെ ഒന്നാമത്തെ മെറ്റീരിയൽ എന്നും ഇതിനെ രണ്ടാമത്തെ മെറ്റീരിയൽ എന്നും ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതിപ്പോ സപ്പോസ് ഇത് സ്റ്റീൽ ആയിക്കോട്ടെ, ഇത് ബ്രാസ് ആയിക്കോട്ടെ, എന്തെങ്കിലും കോപ്പർ ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തിൻ്റെയെങ്കിലും മിക്സാ വരുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, ഈ ഫസ്റ്റ് വണ്ണിന്റെ അപ്പൊ കോപ്പർ വയർ അകത്തൂടെ പോകുന്നതിന്റെ ഏരിയ ആയിരിക്കുമോ പുറത്തെ കവറിങ് ഇൻസുലേഷൻ വയറിന്റെ ഏരിയ വ്യത്യാസം വരും. അപ്പൊ ഈ ഫസ്റ്റ് മെറ്റീരിയലിന്റെ ഏരിയ A1 എന്ന് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് മെറ്റീരിയലിന്റെ ഏരിയ A2 എന്ന് മാർക്ക് ചെയ്യേണ്ടി വരും. രണ്ട് മെറ്റീരിയലിന്റെ ഏരിയ വ്യത്യാസം വരും. ഇതിന്റെ അകത്തൂടെ പോകുന്ന ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഡയമീറ്റർ അല്ലേ, πd²/4. ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഔട്ടർ ഡയമീറ്റർ, ഇതിന്റെ ഇന്നർ ഡയമീറ്റർ ഉണ്ട്. അപ്പം ഔട്ടർ ഡയമീറ്ററിൽ നിന്ന് ഇന്നർ ഡയമീറ്റർ കുറച്ചുള്ള ആ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. രണ്ടിന്റെ ഏരിയ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അടുത്തതെന്ന് പറയുന്നത് ആദ്യത്തെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E1 ആണ്, രണ്ടാമത്തെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E2 ആണ്. കാരണം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മെറ്റീരിയലിനനുസരിച്ച് വ്യത്യാസം വരും. ഓരോ മെറ്റീരിയലിനും ഓരോ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇനി അടുത്തത് തെർമൽ കോഎഫിഷ്യന്റ്, ഇത് α1 ആണെങ്കിൽ ഇത് α2. കാരണം ഞാൻ പറഞ്ഞു രണ്ട് മെറ്റീരിയൽ ഒരേ രീതിയിൽ ഇരുന്നാൽ ചൂടിനനുസരിച്ച് ആർക്കാണ് കൂടുതൽ ഒരേപോലെ ആയിരിക്കത്തില്ല എക്സ്പാൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനിലും വ്യത്യാസം വന്നിരിക്കും. അപ്പൊ നോക്കിക്കേ, A1 E1 α1 ഫോർ ദി ഫസ്റ്റ് മെറ്റീരിയൽ, A2 E2 ആൻഡ് α2 ഫോർ ദി സെക്കൻഡ് മെറ്റീരിയൽ. സെയിം ആയിട്ടുള്ള കാര്യം ഇനീഷ്യൽ ലെങ്ത്, പിന്നെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും സെയിം ആണ്. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഇരിക്കുന്ന മെറ്റീരിയല് ടെമ്പറേച്ചർ വ്യത്യാസം വന്നപ്പം ഒരെണ്ണം ഇത്രയും എക്സ്പാൻഡ് ചെയ്തു, ഒരെണ്ണം ഇത്രയും എക്സ്പാൻഡ് ചെയ്തു. രണ്ടും ഒരേപോലെ അല്ല എങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന എന്ത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം ഇതിന് രണ്ടിനും ഉണ്ടാകുന്ന ഡീഫോർമേഷനെ നമുക്ക് ഒരുപോലെ റെസിസ്റ്റ് ചെയ്യണം. കൊടുക്കുന്ന ഉപദേശം, രണ്ട് കുട്ടികളുണ്ട്, ഒരു ക്ലാസ്സിലെ രണ്ട് കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആ രണ്ട് കുട്ടികളെയും കൂടെ ടീച്ചർ വിളിച്ചിട്ട് ആ രണ്ട് കുട്ടികളെ ഉപദേശിക്കുന്ന ആ ഉപദേശം എന്ന് പറയുന്നത് സെയിം ആയിട്ട് കൊടുക്കുക. ഒരു കുട്ടിക്ക് അത് ഉണ്ടാകുന്ന ചേഞ്ച് വ്യത്യാസം, വേറൊരു കുട്ടിക്ക് അത് വ്യത്യാസം. കൊടുക്കുന്ന ഉപദേശം സെയിം ആണ് P. അപ്പൊ നമുക്ക് എന്ത് വേണം എന്നറിയാമോ, ഇതിനകത്ത് ഡെറിവേഷനിലോട്ടൊന്നും പോകാതെ നമുക്ക് ഒരു ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്ട്രെസ് ആണ്, ടെമ്പറേച്ചർ സ്ട്രെസ് F ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ കേസിൽ എന്ത് വേണമെന്നറിയാം, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ലോഡ്, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ്. അതായത് ക്യാപിറ്റൽ P നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ആ ക്യാപിറ്റൽ P കണ്ടുപിടിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഉള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ വ്യത്യാസമുള്ള A1 E1 α1 A2 E2 α2 ഒക്കെ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വ്യത്യാസമുള്ളത്. അതായത് കണ്ടുപിടിക്കാൻ α2 മൈനസ് α1 ഡിവൈഡഡ് ബൈ ആൽഫ വ്യത്യാസമുള്ളതൊക്കെ എടുക്കുക. α2 മൈനസ് α1 ഇൻറ്റു T. ടെമ്പറേച്ചർ സെയിം ആണ് രണ്ടിടത്തെ. എന്നിട്ട് A1 E1 പ്ലസ് A2 E2 ഇൻറ്റു A1 A2 ഇൻറ്റു E1 E2. നമുക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തട്ടിക്കുട്ടിയ ഒരു ഇക്വേഷനാണ്. ഡെറിവേഷനെ നിങ്ങൾ വിട്ടേരെ ഡയറക്റ്റ് ആയിട്ട് ആലോചിക്കുക. α2 minus α1, that is
ഡിഫറൻസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ദി ടു മെറ്റീരിയൽസ്. രണ്ടുപേരുടെയും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ തമ്മിലുള്ള ഡിഫറൻസ്, അതിൽ വലുത് ചെറുത് ഏതാന്ന് വെച്ചാൽ അതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ആൽഫ 1 മൈനസ് ആൽഫ 2, ആൽഫ 2 മൈനസ് ആൽഫ 1 ഏതാന്ന് വെച്ചാൽ എടുക്കുക. അപ്പം ഇൻറ്റു ടെമ്പറേച്ചർ. ഇനി നമുക്ക് വ്യത്യാസമുള്ള കാര്യങ്ങൾ വെച്ച് ഉള്ളതാണ് A1 E1 പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് മെറ്റീരിയൽ. ഇനി ഇവിടെ A2 E2 ഏരിയയുടെ യങ്സ് മോഡുലസ് ഓഫ്, ഇത് സെയിം ആയിട്ടൊരു ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ 2 മൈനസ് ആൽഫ 1 ഇൻറ്റു ടി ബൈ A1 E1 പ്ലസ് A2 E2 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏരിയാസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദെയർ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. A1 A2 ഇൻറ്റു E1 E2. ഈ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ലോഡ് കിട്ടി. നമുക്ക് ഇനി സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. സ്ട്രെസ് ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു എന്താണ്? P ബൈ A അല്ലേ? അപ്പൊ ആദ്യത്തെ മെറ്റീരിയലിലെ സ്ട്രെസ് F1 ഈസ് ഈക്വൽ ടു P ബൈ A1. രണ്ടാമത്തെ മെറ്റീരിയലിലെ സ്ട്രെസ് F2 ഈസ് ഈക്വൽ ടു P ബൈ A2. ഈ A1 ഉം A2 ഉം എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാം. കോമ്പോസിറ്റ് മെറ്റീരിയലിന്റെ കേസിലെ പ്രോബ്ലം ആണ് പറയാൻ പോകുന്നത്. കോമ്പോസിറ്റ് മെറ്റീരിയലിന്റെ കേസിൽ ആദ്യം എക്സ്റ്റേണൽ ലോഡ് കണ്ടുപിടിക്കണം. എക്സ്റ്റേണൽ ലോഡ് കണ്ടുപിടിച്ചേച്ച് ഏതിലെയാണോ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് അതിന്റെ ഏരിയ കൊണ്ട് ആ ലോഡിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് കോമ്പോസിറ്റ് മെറ്റീരിയലിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. എ മൈൽഡ് സ്റ്റീൽ ബാർ, MS ബാർ, മൈൽഡ് സ്റ്റീൽ ബാർ. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ഇൻ ഡയ. അവിടുത്തെ ഡയമീറ്റർ 2 സെന്റിമീറ്റർ. ഈ 2 സെന്റിമീറ്റർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെ അങ്ങ് കൺവേർട്ട് ചെയ്യുക. നമുക്ക് മില്ലിമീറ്ററിലാണ് വേണ്ടി. അപ്പൊ 20 mm ആൻഡ് 30 സെന്റിമീറ്റർ ലോങ്. ഓക്കെ. മൈൽഡ് സ്റ്റീൽ ബാറിന്റെ നീളം 30 സെന്റിമീറ്റർ നീളം. L is equal to 30 സെന്റിമീറ്റർ is equal to 300 millimeter. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈസ് എൻകേസ്ഡ് ഇൻ എ ബ്രാസ് ട്യൂബ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാണിച്ച പോലെ മൈൽഡ് സ്റ്റീൽ ബാർ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ, നീളം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ. ഇതിനെ ഒരു ബ്രാസ് ട്യൂബിന് എൻകേസ്ഡ് ഇൻ എ ബ്രാസ് ട്യൂബ്, ഒരു ബ്രാസ് കവറിനകത്ത് വെച്ചിരിക്കുകയാണ്, ട്യൂബിനകത്ത് വെച്ചിരിക്കുകയാണ്. ഈ ബ്രാസ് ട്യൂബിന്റെ എക്സ്റ്റേണൽ ഡയ എന്ന് പറയുന്നത്, അപ്പൊ ബ്രാസ് ട്യൂബിനകത്ത് കയറ്റി വെക്കണമെന്ന് പറയുമ്പോൾ ബ്രാസ് ട്യൂബ് ഹോളോ ആയിരിക്കത്തില്ലേ? അപ്പൊ ബ്രാസ് ട്യൂബിന്റെ ഇനി അടുത്ത ക്യാരക്ടർ വരികയാണ്. മൈൽഡ് സ്റ്റീൽ ബാറിന്റെ കാര്യങ്ങളെല്ലാം എഴുതി. ഇനി ബ്രാസിന്റെ കാര്യം വന്നപ്പം അതിന്റെ എക്സ്റ്റേണൽ ഡയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ എന്നുള്ളതിനെ ഞാനങ്ങ് 30 mm ആക്കി. ദെൻ ഇന്റേണൽ ഡയ, ബ്രാസിന്റെ ഇന്റേണൽ ഡയ എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 mm. ഓക്കെ. അപ്പൊ നോക്കിയേ, ഈ 2.5 ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, അകത്തെ സ്റ്റീലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഈ ഔട്ടർ കവറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇന്നർ ഡയമീറ്റർ, ആ കവറിന്റെ ഇന്നർ ഡയമീറ്റർ, അതിനകത്തൊരു ക്ലിയറൻസ് ഉണ്ട്, ഒരു 0.5ന്റെ വ്യത്യാസം ഉണ്ട് അല്ലേ? അതായത് ഔട്ടറിലെ ഇതിന്റെ സെക്ഷൻ എടുക്കുവാണെങ്കിൽ ബ്രാസ് ഇങ്ങനെയായിരിക്കുന്നത്. അതായത് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ, ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ. ഇതിനകത്തിരിക്കുന്ന ബാറിന്റെ, സ്റ്റീൽ ബാറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ട്. ആ ക്ലിയറൻസിൽ അതുകൊണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നേ ഒരു 0.5ന്റെ വ്യത്യാസം ഉണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ, ഒരു ചെറിയ വ്യത്യാസം 0.5ന്റെ ഉണ്ട്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന 2.5 സെന്റിമീറ്റർ. ഓക്കെ. ദ കോമ്പോസിറ്റ് ബാർ ഈസ് ഹീറ്റഡ് ത്രൂ 80 ഡിഗ്രി സെന്റിഗ്രേഡ്. 80 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇതിനെ ചൂടാക്കുവാണെങ്കിൽ heated through 80 degree. Calculate the stresses induced in each material. രണ്ട് മെറ്റീരിയലിലും ഉണ്ടാകുന്ന സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. A mild steel bar of 2 centimeter diameter and 30 centimeter long, അല്ലേ, is encased in a brass tube
of external dia 3 centimeter and internal dia 2.5 centimeter. അല്ലേ? ഈ കോമ്പോസിറ്റ് ബാറിനെ is heated through 80 degree centigrade. Temperature is 80 degree. Calculate the stresses in each material. ഈ രണ്ട് മെറ്റീരിയലിനകത്തും സ്ട്രെസ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് അവിടുത്തെ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ലോഡ് കൊടുക്കണം, ഇതിന്റെ ഡീഫോർമേഷൻ. ഈ രണ്ട് പിള്ളേർക്കും വ്യത്യാസം വന്നു. ഈ രണ്ട് പിള്ളേരുടെയും സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉപദേശം, ഒരു പ്രഷർ കൊടുക്കണം. ആ പ്രഷർ എത്രയാന്ന് കണ്ടുപിടിച്ചാൽ ആ കുട്ടികളുടെ ഉൾക്കൊണ്ട ആ ഉപദേശം ഉൾക്കൊണ്ട ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ പി കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ പി കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ക്വസ്റ്റ്യനകത്ത് വേറെ തന്നിട്ടുണ്ട്. ES യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ 2 × 10⁵ Newton per millimeter square. Young's modulus of elasticity of brass 1 × 10⁵ Newton per millimeter square. Coefficient of expansion of steel is equal to 112 × 10⁻⁻7 per degree rise in temperature. Alpha B അതായത് thermal coefficient of expansion of brass is equal to 165 × 10⁻⁷ per degree centigrade. ഇത്രയും തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to α2 minus α1 അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയാമോ? ഈ മൈൽഡ് സ്റ്റീൽ ബാറിനെ ഇപ്പം ഇക്വേഷനിൽ ഒന്നാമത്തെ മെറ്റീരിയൽ MS ബാർ എന്നും രണ്ടാമത്തെ മെറ്റീരിയൽ ബ്രാസ് എന്നും കൊടുക്കുവാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നോക്കിയേ, രണ്ടാമത്തെ ഇത് α2 എന്ന് പറയുന്നത് ബ്രാസിന്റെ ആണ്. അപ്പൊ ബ്രാസിന്റെ ബി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഈ ഇക്വേഷൻ എഴുതുക. ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഒന്നാമത്തെ മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ ഒന്നിന്റെ സ്ഥാനത്തെല്ലാം സ്റ്റീലിന്റെ കൊടുക്കുക. ഒന്നിന്റെ സ്ഥാനത്തെല്ലാം സ്റ്റീല്, ഒന്ന് വരുന്നിടത്തെല്ലാം എസ് കൊടുത്തു സ്റ്റീല്. ഓക്കെ, ഇനി രണ്ട് വരുന്നിടത്തെല്ലാം ഒന്ന് വരുന്നിടത്ത് സ്റ്റീല്, രണ്ട് ഇത് α2 ബ്രാസ് ആയിരുന്നു, രണ്ട് വരുന്നിടത്തെല്ലാം ബ്രാസിന്റെ ബി കൊടുത്തു. ഇനി ഇക്വേഷൻ നമുക്ക് എളുപ്പത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? P ഈസ് ഈക്വൽ ടു എല്ലാം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിനെ കിടപ്പുണ്ട്. ആൽഫ ബി 165 × 10⁻⁻7 മൈനസ് ആൽഫ എസ് 112 × 10⁻⁷ ഇൻറ്റു ടി തന്നിട്ടുണ്ട്. 80 ഡിഗ്രി ആണ് ചൂടാക്കുന്നത്, 80 അല്ലേ? ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്റ്റീല്. സ്റ്റീലിന്റെ ഏരിയ എന്ന് പറയുന്നത് πd²/4 അല്ലേ? ഏരിയ സ്റ്റീൽ πd²/4. ഡി എന്ന് പറയുന്നത് 20 π × 20²/4 ഏരിയ. Young's modulus of elasticity of steel 2 × 10⁵ അല്ലേ? പ്ലസ് ഇനി ഏരിയ ഓഫ് ബ്രാസ്. ബ്രാസിന്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ എന്താ? ഡയമീറ്റർ 2 അല്ലേ? അപ്പം ഡയമീറ്റർ 2 ആവുമ്പം πd² d1²/4 πd2²/4 πd1² - d2² എന്ന് വരും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പം ഹോളോ ആവുമ്പോൾ π × d1 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡയ 30 -25² divided by 4 into Young's modulus of elasticity of brass EB. Where is that? 1 × 10⁵. Okay. ഇനി നമുക്ക് എന്താ വേണ്ടേ? A1 A2 into A1 എന്ന് പറയുന്നത് ഇത് π × 20²/4. A1 A2 എന്ന് പറയുന്നത് π/4 30² - 25² A1 A2 into E1 × E2. E1 എന്ന് പറയുന്നത് ES 2 × 10⁵ into 1 × 10⁵. നോക്കൂ, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കിടക്കുന്ന എല്ലാ ഇക്വേഷൻസും, അതായത് P ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ ഉണ്ട് α2 - α1 അല്ലേ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ A1 E1 പ്ലസ് A2 E2
ഇൻറ്റു A1 ഇൻറ്റു A2 ഇൻറ്റു E1 ഇൻറ്റു E2. ഇതിൻ്റെ വാല്യൂസ് എല്ലാം ദേ ഇവിടെ കിടപ്പുണ്ട്. ഇത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വന്നത്. അപ്പം നമുക്ക് ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ടൊരു പ്രഷർ വരുന്നത് 6817.5 ന്യൂട്ടൺ വരും. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കേണ്ടിയ പ്രഷർ, നമ്മൾ ആ കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഉപദേശത്തിന്റെ തീവ്രത 6817.5 ന്യൂട്ടൺ. ഇനി നമുക്ക് എന്താ വേണ്ടിയെന്നറിയാം, സ്ട്രെസ് ഇൻ ഫസ്റ്റ് മെറ്റീരിയൽ. സ്ട്രെസ് ഇൻ ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ P/A1 that is equal to 6817.5 divided by area of first material എന്ന് പറയുന്നത് എന്താണ്, മൈൽഡ് സ്റ്റീൽ ബാർ. ഏരിയ ഓഫ് മൈൽഡ് സ്റ്റീൽ ബാർ ദാറ്റ് ഈസ് pi into 20 squared by 4. അപ്പോൾ സ്ട്രെസ് കിട്ടുന്ന എത്രയാണെന്ന് അറിയാം, 21.7 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറയും. അടുത്തത് രണ്ടാമത്തെ മെറ്റീരിയലിന് എന്ന് പറയുമ്പോൾ P/A2. P എന്ന് പറയുന്നത് 6817.5 ഡിവൈഡഡ് ബൈ A2 എന്ന് പറയുന്നത് എന്താണ്, pi/4 into 30 squared minus 25 squared is equal to 31.56 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. നിങ്ങൾ ചെയ്തു നോക്കുക. അതിനാണ് ഞാൻ ആൻസർ ഉൾപ്പെടെ പറയുന്നത്. ഇത് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളും ക്വസ്റ്റ്യനകത്തെയാണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്, ഇക്വേഷനകത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ഈ ഇക്വേഷൻ ഒക്കെ അവിടെ കിടന്നോട്ടെ, നമുക്ക് ഇതെല്ലാം ഇപ്പൊ വേണ്ടിയതാണ്. ബേസിക് ഇക്വേഷൻസ് അവിടെ കിടന്ന് ബാക്കിയൊക്കെ ഞാൻ തുടക്കുന്നുള്ളൂ. നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് പലതരമുണ്ട്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, പോയിസൺസ് റേഷ്യോ എന്ന് പറയും. പോയിസൺസ് റേഷ്യോ നമ്മൾ ഇതുവരെ പഠിച്ചത് നോർമൽ സ്ട്രെസ്. നമ്മളിപ്പോ ഇതിപ്പോ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് അതിനെയാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ അന്നേരം നമ്മുടെ കൺസെപ്റ്റ് പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒരു വസ്തുവിനെ വലിച്ചു നീട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ പുള്ളു കൊടുത്തു, അല്ലെങ്കിൽ പുഷ് കൊടുത്തു, നീളം കൂടി അല്ലെങ്കിൽ നീളം കുറഞ്ഞു, ഇത്രയും മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അതിനെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നോർമൽ സ്ട്രെസ്, നോർമൽ സ്ട്രെസ്, നോർമൽ സ്ട്രെയിൻ, നോർമൽ സ്ട്രെയിൻ. ഇതാണ് എന്താ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ എന്ന് പറയുന്നത്, നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ടത് നീളത്തിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നീളത്തിലുള്ള മാത്രമല്ല വ്യത്യാസം വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് ഞാനൊരു എക്സാമ്പിൾ പറയാം. നല്ല നീളത്തിൽ വീർപ്പിച്ച ഒരു ബലൂൺ, ഓക്കെ, നല്ല നീളത്തിലിരിക്കുന്ന ഒരു ബലൂൺ വീർപ്പിച്ച് വെച്ചിരിക്കുക. അപ്പം വീർപ്പിച്ച് വെച്ചിരിക്കുമ്പോൾ ആ ബലൂണിന്റെ കെട്ട് ഇങ്ങനെയാണ് ബലൂൺ ഇരിക്കുന്നതെന്ന് വെച്ചോ, ഇങ്ങനെ നീളത്തിൽ വെച്ചിരിക്കുന്ന ഒരു ബലൂണാണ്. ഞാൻ ഇതിനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ പ്രസ് ചെയ്തു, രണ്ട് സൈഡിൽ നിന്നും ഈ ബലൂണിനെ ഞാൻ രണ്ട് സൈഡിൽ നിന്നും പ്രസ് ചെയ്തു. എന്തായിരിക്കും ആ വ്യത്യാസം ഉണ്ടാകുന്നത്? ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്തപ്പോൾ ഈ ബലൂൺ തന്നെ ഈ ഒരു ഷേപ്പിലേക്ക് വരാം. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടാക്കിയപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് അമുക്കുമ്പം എന്താ വരിക? ഇങ്ങനെ കൂടി. നമ്മൾ നേരത്തെ ഇങ്ങനെ നീളം വലിയുന്നു, ഇങ്ങനെ നീളം കുറയുന്നു എന്നേ പഠിച്ചുള്ളൂ. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഉള്ള മാറ്റമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്, ടെൻസൈൽ ഓർ കംപ്രസീവ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് നീളം കൂടി, അതിനനുസരിച്ച് നീളം കുറഞ്ഞു. അപ്പം എൻ്റെ കൈ പോകുന്നതിനനുസരിച്ച്, അതായത് എലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ച ചേഞ്ച്. ഞാൻ ഇങ്ങനെ വലിച്ചു, അതിനനുസരിച്ച് ഇങ്ങോട്ട് നീളം കൂടി, ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു, അതിനനുസരിച്ച് അങ്ങോട്ട് നീളം കുറഞ്ഞു, അല്ലേ? അപ്പൊ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയുള്ള മാറ്റങ്ങളെ കുറിച്ചാണ്, അതായത് ലെങ്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെ വലിച്ചു, ഇങ്ങനെ വലിച്ചപ്പം ഇത് ഇങ്ങനെ നീളം കൂടിയിട്ട് ഇത് ഇങ്ങനെ അങ്ങ് മെലിഞ്ഞു. ഈ ബലൂൺ ഇച്ചിരൂടെ വലിച്ചു, ഒരു ബലൂണിനെ ഞാൻ അങ്ങനെ അങ്ങ് വലിച്ചപ്പോൾ ബലൂണിന്റെ ഇങ്ങനെ കുറഞ്ഞു, നീളം കൂടി. അങ്ങനെ കുറഞ്ഞിട്ടാണ് ഈ നീളം കൂടുന്നത്. ഓക്കെ, ഞാൻ അതിനെ ബലൂണിനെ ഇങ്ങനെ പ്രസ് ചെയ്തു, ബലൂൺ കയറി അങ്ങ് ഉരുണ്ടു.
അതായത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് ആംഗിളിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇതങ്ങ് വികസിക്കുക അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് ചുരുങ്ങും. അപ്പൊ ഇതിൽ ഉള്ള വ്യത്യാസം എന്താ? ഇതിന്റെ ഡയമീറ്ററിലാണ് വ്യത്യാസം വരുന്നത്. നീളം ഫുള്ള് കൊടുത്താലോ പുഷ് കൊടുത്താലോ എന്ത് പറ്റും? ഈ നീളത്തിൽ മാത്രമല്ല, അതിന്റെ ഈ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താ ഒരു വ്യത്യാസം വരികയും കുറയുകയും ചെയ്യും. മനസ്സിലായില്ല? അതിനാണ് ഒരു ബലൂൺ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ആലോചിക്കാം, ബലൂണിനെ ദേ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ദേ ഇങ്ങനെ വീർത്തു വരും, ഇങ്ങനെ വലിക്കുമ്പം അത് ഇങ്ങനെ കുറയും. അപ്പൊ ഡയമീറ്ററിലാണ് ആ ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പുതിയ ഒരു ടേബിളിലേക്ക് പോവാണ്. പോയ്സൺസ് റേഷ്യോ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്നാണ്. lateral strain to linear strain. Okay, lateral strain to linear strain. ഈ lateral strain ആണ്. linear strain എന്ന് പറയുന്നത് നമുക്കറിയാം, that is normal strain. linear strain എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? linear strain delta L by L, normal strain നമ്മൾ പഠിച്ചിട്ടുള്ള strain. linear strain E is equal to delta L by L. ഇനി lateral strain ഞാൻ പറഞ്ഞു. ഇപ്പൊ laterally എന്താ ചുറ്റളവിൽ ഇങ്ങനെ ഒരു വ്യത്യാസം മുകളിലോട്ട്. അപ്പൊ അത് ഡയമീറ്ററിലാണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഡി ബൈ ഡി ആണ്. അതിന്റെ ഡയമീറ്ററിലുള്ള അല്ലെങ്കിൽ അതിന്റെ തിക്നെസ്സില് ഡെൽറ്റ ടി ബൈ ടി എന്ന് പറയാം. ഓക്കെ, ഡെൽറ്റ ഡി ബൈ ഡി, ഡെൽറ്റ ടി ബൈ ടി, ഇത് ഡെൽറ്റ എൽ ബൈ എൽ. പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ lateral strain and linear strain. രണ്ടും സ്ട്രെയിൻ ആണ്. there is no unit, it is only a mere number. okay, അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് lateral strain കാണണമെങ്കിൽ അതിന്റെ ഡയമീറ്റർ അറിയണം, ചേഞ്ച് ഇൻ ഡയമീറ്റർ അറിയണം, ഡെൽറ്റ ഡി ബൈ ഡി. ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതെന്ന് പറയുമ്പം നമുക്ക് ഇനി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അപ്പൊ എപ്പോഴും ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് 1/m എന്നാണ് പോയ്സൺസ് റേഷ്യോയെ റെപ്രസെന്റ് ചെയ്യുന്നത്. 1/m എന്നാണ് പോയ്സൺസ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളിപ്പം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇ ഈസ് റെപ്രസെന്റഡ് ആസ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതുപോലെ ഒരു നൊട്ടേഷൻ ആണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. പോയ്സൺസ് റേഷ്യോയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് 1/m ആണ്. വെറും m എന്നല്ല, 1/m. ഈ 1/mന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0.25 to 0.3 ആണ് വരുന്നത്. 0.25 to 0.3 ആണ് പോയ്സൺസ് റേഷ്യോ. അപ്പൊ ക്വസ്റ്റ്യനകത്ത് പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ തന്നില്ലെങ്കിൽ കൂടി നമ്മൾ അത് അറിഞ്ഞിരിക്കണം, 0.25 to 0.3 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും മനസ്സിലായി. അപ്പൊ ഇപ്പൊ എപ്പോഴും എനിക്ക് ഈ അടുത്ത് ഇപ്പൊ പോലും ഞാൻ എഴുതി വെച്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ചെയ്തു. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ എന്ന് നമ്മൾ പഠിച്ചു വെക്കും, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പം ന്യൂമറേറ്ററിൽ എന്താ ഡിനോമിനേറ്ററിൽ എന്താന്ന് ആകെ അങ്ങ് കൺഫ്യൂഷൻ വരും. അപ്പം ഞാൻ ഇത് നിങ്ങളോട് പറയാണ്, എപ്പോഴും അത് ഇതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം കെർവ് വരയ്ക്കാൻ വരുമ്പം എക്സ് ആക്സിസിൽ നമുക്ക് എപ്പോഴും എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മൾ പറയുന്നത്. എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ്. 3 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 എക്സ് ആക്സിസിലാണ് എടുക്കേണ്ടത്, 0 എന്ന് പറയുന്നത് വൈ ആക്സിസിലാണ് എന്ന് പറയുന്നത് പോലെ. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ് ആക്സിസിൽ കൊണ്ടുവന്ന് സ്ട്രെസ് മാർക്ക് ചെയ്യും. അല്ല, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണ്, വൈ ആക്സിസിൽ സ്ട്രെസ് ആണ്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ, അതായത് മുകളിലാണോ ലാറ്ററൽ താഴെയാണോ ലാറ്ററൽ എന്നുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ എപ്പോഴും നിങ്ങൾ ഈ പോയ്സൺസ് റേഷ്യോ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ലാറ്ററൽ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പഠിച്ചു, ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പഠിച്ചു വെക്കുക. പക്ഷേ ഇത്ര ഓർത്തിരിക്കാം, എന്താ ന്യൂമറേറ്ററിൽ ലാറ്ററൽ ആണെന്ന് മാത്രം മനസ്സിലാലോചിക്കാൻ, ഡിനോമിനേറ്ററിന്റെ കാര്യം ചിന്തിക്കരുത്. ന്യൂമറേറ്ററിൽ ലാറ്ററൽ ആണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ന്യൂമറേറ്ററിൽ ലാറ്ററൽ എഴുതും, പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. അതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ് സ്ട്രെയിൻ ആണെന്ന് അങ്ങ് ഓർത്ത് വെക്കുക. എക്സ് ആക്സിസ് സ്ട്രെയിൻ ആണ്. അപ്പൊ ആദ്യം എക്സ് ആക്സിസിൽ നമ്മൾ സ്ട്രെയിൻ മാർക്ക് ചെയ്യും എന്ന് പറയുന്നത്. 2 എണ്ണം വരുമ്പോൾ ഒരെണ്ണം ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഒരെണ്ണം
കറക്റ്റ് ആയിട്ട്. അപ്പൊ പരീക്ഷയ്ക്ക് അത് ആദ്യം എഴുതും. ഓക്കെ, എന്ന് പറയുന്ന പോലെ പോയിസൺസ് റേഷ്യോ ഇതാണ്. ഇനി നമുക്ക് അടുത്തത് പോയിസൺസ് റേഷ്യോ എന്താണെന്ന് മനസ്സിലായല്ലോ. ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ നമുക്കറിയാം ഡെൽറ്റ എൽ ബൈ എൽ. ലാറ്ററൽ എന്ന് പറയുന്നത് ഡയമീറ്ററിലുള്ള ചേഞ്ച്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പറ്റുന്നത് വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയും. വോളിമെട്രിക് സ്ട്രെയിൻ, വോളിമെട്രിക് അത് റിലേറ്റഡ് ടു വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലേ. അപ്പൊ വോളിമെട്രിക് സ്ട്രെയിന് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വോളിമെട്രിക് സ്ട്രെയിൻ. ഈ വോളിമെട്രിക് സ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഫോർ സ്ട്രെയിൻ ഈ വി എന്ന് കൊടുക്കും. ഈ വി എന്ന് കൊടുത്താൽ ചേഞ്ച് ഇൻ വോളിയം, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം അല്ലേ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ നോർമൽ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ. അപ്പൊ വോളിയം വരുമ്പോൾ എങ്ങനെയാ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പൊ ഒറിജിനൽ വോളിയം ക്യാപിറ്റൽ വി ആണ്. വ്യത്യാസം വന്ന വോളിയം വി ഡാഷ് ആണെങ്കിൽ ഈ വി എങ്ങനെ എഴുതും? വി മൈനസ് വി ഡാഷ് ബൈ വി അല്ലേ. അതിനൊരു ഉദാഹരണം നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഐറ്റം ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ അതിന്റെ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് എൽ ബി എച്ച്. അതിന്റെ ഇനീഷ്യൽ വോളിയം എങ്ങനെയായിരിക്കും വരുന്നത്? ഇനീഷ്യൽ വോളിയം വി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ. ഇനി ഇതിന് ഫോഴ്സ് കൊടുക്കുന്ന ഉടനെ ഇതിന്റെ നീളം ഇങ്ങനെ വ്യത്യാസം വരുന്നു അല്ലേ. ഇങ്ങനെ ഒരു നീളത്തില് വ്യത്യാസം വരുന്നു, ഒരു നീളത്തിൽ വ്യത്യാസം വരും, ഹൈറ്റിന് വ്യത്യാസം വരും, തിക്നെസ്സിന് വ്യത്യാസം വരും. നീളം കൂടുമ്പം അല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളതെല്ലാം വ്യത്യാസം വരത്തില്ലേ എന്ന് പറയുന്ന പോലെ. അപ്പൊ ലെങ്തിനുണ്ടാകുന്ന ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ലെങ്തിനുണ്ടാകുന്ന വ്യത്യാസം എൽ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എൽ. വിഡ്ത്തിനുണ്ടാകുന്ന വ്യത്യാസം ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. എച്ചിനുണ്ടാകുന്ന വ്യത്യാസം എച്ച് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എച്ച് അല്ലേ. ഒന്നുകിൽ ഡെൽറ്റ എൽ കൂടുകയോ കുറയോ ചെയ്യാം, ബിയിലാണെങ്കിൽ ഡെൽറ്റ ബി കൂടുകയോ കുറയോ ചെയ്യാം, എച്ചിനാണെങ്കിൽ ഡെൽറ്റ എച്ച് കൂടുകയോ കുറയോ ചെയ്യാം. അപ്പൊ വി ഡാഷ് എന്ന് പറയുന്നത് എന്തെടുക്കും? എൽ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എൽ ഇൻറ്റു എല്ലിന് പകരം ഇങ്ങനായി ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ഇൻറ്റു എച്ച് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എച്ച്. ഓക്കെ അല്ലേ. അപ്പൊ വി മൈനസ് ആദ്യം ചേഞ്ച് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കണ്ടുപിടിച്ചു. അപ്പൊ വി മൈനസ് വി ഡാഷ് ബൈ വി കണ്ടുപിടിച്ചൂടെ. അതേപോലെ നമുക്കൊരു പിന്നെ സിലിണ്ടർ, ഒരു സിലിണ്ടറിന്റെ ഇത് വരികയാണ്. ഈ സിലിണ്ടറിന്റെ പൊക്കം എച്ച് എൽ ആണ്, ഡയമീറ്റർ ഡി ആണ്. ഒന്ന് ആലോചിച്ചേ, ഇതിന്റെ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് പൈ ഡി എങ്ങനെയാ പൈ ആർ സ്ക്വയർ എച്ച് എന്നല്ലേ. പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ്. പൈ ഇൻറ്റു നമുക്കിപ്പോൾ ആറിന്റെ ടേംസിലല്ല ഡിയുടെ ടേംസിലാണ് പറയുന്നത്. പൈ ഇൻറ്റു എങ്ങനെ വരുന്നേ? ആർ എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ടു അല്ലേ. ആർ എന്ന് പറയുന്നത് ഡി ബൈ ടു. ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു എച്ച്. ഇനീഷ്യൽ വോളിയം പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു എച്ച്. എന്തിലൊക്കെ ചേഞ്ച് വരാം? നീളം കൂടുന്നതിനനുസരിച്ച് ഡയമീറ്റർ ചിലപ്പം പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഡി എന്ന് പറയാം അല്ലേ. എല്ലിനോ എൽ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എൽ എന്ന് പറയാം. ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ. അപ്പൊ നമുക്ക് വി ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? പൈ ഇൻറ്റു ഡയമീറ്റർ ഡി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഡി സ്ക്വയർഡ് ബൈ 2 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എച്ച് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എച്ച്. അപ്പൊ ഏതിന്റെ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ, റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ കൂടാതെ വേറെ കുറച്ച് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടാതെ നമുക്ക് കുറച്ച് എന്തുണ്ട്? ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. അതിനെ മോഡുലൈ എന്നാ പറയുക. നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയത്തില്ലേ, മോഡുലസ്, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ അതിന്റെ പ്ലൂറൽ ആണ് മോഡുലൈ. 3 മോഡുലൈ, 3 ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, 3 മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. അതിലെ ഒന്നാമത്തെയാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത് പറയുന്നത് റിജിഡിറ്റി മോഡുലസ്.
റിജിഡിറ്റി മോഡുലസ്, ഇതിന് ഒത്തിരി പേരുണ്ട്. ഷിയർ മോഡുലസ് എന്ന് പറയും, ടോർഷണൽ മോഡുലസ് എന്ന് പറയും, ടോർഷണൽ മോഡുലസ്. മൂന്നാമത്തത് ബൾക്ക് മോഡുലസ് എന്ന് പറയും, ബൾക്ക് മോഡുലസ്. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്കറിയാം. E is equal to normal stress to normal strain, normal stress to normal strain. ഇത് നോർമൽ സ്ട്രെയിൻ. ഇത് ടെൻസൈൽ ആകാം, കംപ്രസീവ് ആകാം. ടെൻസൈൽ സ്ട്രെസ് ആകാം, കംപ്രസീവ് സ്ട്രെസ് ആകാം. ടെൻസൈൽ സ്ട്രെയിൻ ആകാം, കംപ്രസീവ് സ്ട്രെയിൻ ആകാം. ലെങ്തിലുള്ളതാ. നോർമൽ സ്ട്രെസ് ടു നോർമൽ സ്ട്രെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, എഫ് ബൈ ഇ. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, പി ബൈ എ ബൈ ഡെൽറ്റ എൽ ബൈ എൽ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഒന്ന് ആലോചിക്കുക, ഈ മോഡുലെ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എല്ലാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ന്യൂമറേറ്ററിലും ന്യൂമറേറ്റർ സ്ട്രെസ്സും ഡിനോമിനേറ്റർ സ്ട്രെയിനും വരുന്നത്. മോഡുലെ ഓഫ് നമ്മൾ ഇപ്പൊ നേരത്തെ പഠിച്ചത് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് സ്ട്രെയിൻ റിലേറ്റഡ് ആണ്. ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം, അവിടെ യൂണിറ്റ് ഇല്ല. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് വരുന്നത്. മൂന്ന് കേസിലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ത് തരമാണെന്ന് പിന്നെ പറയുന്നുള്ളൂ. ഇവിടെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. മൂന്നിടത്തും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടെ നോർമൽ സ്ട്രെസ് ടു നോർമൽ സ്ട്രെയിൻ, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇവിടെ റിജിഡിറ്റി മോഡുലസ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റിജിഡിറ്റി മോഡുലസ് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്നാണ് ഇവിടെ വരുന്നത്. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഇവിടെ റിജിഡിറ്റി മോഡുലസിന് കൊടുക്കുന്ന ലെറ്റർ ഇ പോലെ കൊടുക്കുന്ന ലെറ്റർ എൻ ഉപയോഗിക്കാറുണ്ട്, സി ഉപയോഗിക്കാറുണ്ട്, ജി ഉപയോഗിക്കാറുണ്ട്. എൻ സി ഓർ ജി എന്നാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇതിനെ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്, ഷിയർ മോഡുലസ്, ടോർഷണൽ മോഡുലസ് എന്ന് പറയും. അതായത് ഒരു വലിയൊരു ടെക്സ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുക, ഞാൻ ഇങ്ങനെ അങ്ങോട്ടും താഴെ ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു ലെയർ അങ്ങ് തെന്നിപ്പോകും. മുകളിലത്തെ ഒരു ലെയർ വിത്ത് റെസ്പെക്ട് ടു ബോട്ടം ലെയേഴ്സ് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. അതിനെയാണ് ഷിയർ ചെയ്യുക എന്ന് പറയുന്നത്. നിരങ്ങി ഒരു ലെയർ നിരങ്ങി അങ്ങ് പോവുക. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒറിജിനലി ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു, ഇവിടെ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുത്തു, അപ്പൊ ഇത് ഇത്രയും അങ്ങോട്ട് തെന്നിപ്പോയി. നേരത്തെ ഇരുന്നിടത്തുനിന്ന് ഇവിടെ ഇരിപ്പുണ്ട്, നേരത്തെ ഇരിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ട് മാറി അല്ലെ, അങ്ങോട്ട് മാറിയെങ്കിൽ ഈ ഇവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ ഉണ്ട്, ദാറ്റ് ഈസ് ഫൈ. അതാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ഫൈ എന്ന് പറയുന്നതാണ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഈ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ബോട്ടം ലെയറിനെ അപേക്ഷിച്ച് അപ്പർ ലെയർ എത്ര കണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, എത്രയാണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ അപ്പർ ലെയറും ബോട്ടം ലെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് എൽ. അപ്പം എക്സ് ബൈ ഈ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ ആണ്. അതായത് അപ്പർ ലെയർ താഴത്തെ ലെയറിനെ അപേക്ഷിച്ച് എത്ര കണ്ട് നിരങ്ങി ആ ഡിസ്പ്ലേസ്മെന്റ് എക്സ്. അപ്പർ ലെയറും ലോവറും തമ്മിലുള്ള സെപ്പറേഷൻ എത്ര ഡിസ്റ്റൻസ് മാറിയാണ്, ദാറ്റ് ഈസ് എൽ. അപ്പൊ ഈ ഫൈ എന്ന് പറയുന്നത് എക്സ് ബൈ എൽ ആണ്. അപ്പൊ ഷിയർ സ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഫൈ ആണ്. ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ. ഇനി ഷിയർ സ്ട്രെസ് എഫ്. ആ ഷിയർ സ്ട്രെസ് എഫ് എന്ന് പറയുന്നത് അവിടെ കൊടുക്കുന്ന ലോഡ് എഫ് കൊടുക്കുന്ന പി ബൈ എ എന്നാണ്. ആ ഏരിയ എന്ന് പറയുന്നത് എത്ര ലെയർ ആണ് നിരങ്ങി നീങ്ങിയത് അതിന്റെ ഏരിയ. വിത്ത് റെസ്പെക്ട് ടു ബോട്ടം ലെയേഴ്സ് എത്ര ഏരിയ ആണ് സ്ലൈഡ് ചെയ്തു മാറിയത് അതിന്റെ ഏരിയ ആണ് ഈ ഏരിയ. അപ്പൊ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയും, റിജിഡിറ്റി മോഡുലസ് എന്ന് പറയും, ടോർഷണൽ മോഡുലസ് എന്ന് പറയും, ഷിയർ മോഡുലസ് എന്ന് പറയും. ഒരുപാട് പേരുണ്ട്. നൊട്ടേഷൻസ് എന്ന് പറയുന്ന പല ടെക്സ്റ്റിലും എൻ കൊടുക്കാറുണ്ട്, സി കൊടുക്കാറുണ്ട്, ജി കൊടുക്കാറുണ്ട്, ഓർക്കുക. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ബൾക്ക് മോഡുലസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൾക്ക് മോഡുലസ് എന്ന് ഉദ്ദേശിക്കുന്നത്
നോർമൽ സ്ട്രെസ് ആണ് മോളിൽ വരുന്നത്. നോർമൽ സ്ട്രെസ് ദാറ്റ് ഈസ് ഈ സ്ട്രെസ് തന്നെയാണ് നോർമൽ സ്ട്രെസ് ടു വോളുമെട്രിക് സ്ട്രെയിൻ. വോളുമെട്രിക് സ്ട്രെയിൻ ബൾക്ക് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ. നോർമൽ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. വോളുമെട്രിക് സ്ട്രെയിൻ ഇപ്പം ഞാൻ പറഞ്ഞു, സിലിണ്ടർ ആണെങ്കിൽ വോളുമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കാം, ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം. ഓക്കെ, കണ്ടുപിടിക്കാലോ. അപ്പൊ ഈ മൂന്ന് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്, ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഈ മൂന്നിനെയും കണക്ട് ചെയ്ത് പോയ്സൺസ് റേഷ്യോ കൊണ്ട് കണക്ട് ചെയ്ത് ഇക്വേഷൻസ് ഉണ്ട്. അതിന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ആശ്വാസം ആയിക്കോട്ടെ, സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട് ദർ ഇസ് നോ നീഡ് ഓഫ് ഡെറിവേഷൻ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് ഇനിയും പറയുന്നത് ഇക്വേഷൻസ് കണക്റ്റിംഗ് ദ ത്രീ മോഡുലൈ. അപ്പൊ നമുക്ക് അതിന്റെ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഇക്വേഷൻസ് ഓക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി പ്രോബ്ലം ചെയ്യാൻ. Capital E is equal to, capital E is for Young's modulus of elasticity, 2 into n into 1 plus 1 by m. ഇത് ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് S6 വരെയും വേണ്ടിയതാണ്. ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലാസ് ആണ്. നോക്കാം, E is equal to, അടുത്തത് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. Young's modulus of elasticity E is equal to 2 into rigidity modulus into 1 plus Poisson's ratio 1 by m. Okay, ഇനി E is equal to 3k into 1 minus 2 by m. Young's modulus of elasticity is equal to 3 into bulk modulus into 1 minus 2 ഇരട്ടി പോയിസൺ 2 into 1 by m അല്ലേ 2 by m എന്ന് പറയുന്നത് 1 by m ന്റെ പോയിസൺസ് റേഷ്യോയുടെ 2 ഇരട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ E is equal to Young's modulus of elasticity is equal to 9kn divided by 3k plus n. ഇതാണ് മൂന്നിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. റിജിഡിറ്റി മോഡുലസ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഇത് വെച്ചോണ്ട് ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ഇതിന് ഡെറിവേഷൻ ഇല്ല. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. ഇതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, അതിന്റെ ഹിന്റ് പറഞ്ഞു തരാം, നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ നോക്കുക. ഒരു സ്റ്റീൽ റോഡ്, ഓക്കെ, സ്റ്റീൽ റോഡ് 4 meter ലോങ്. ഈ 4 meter ലോങ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? ഒറിജിനൽ ലെങ്ത് L is equal to 4 into 10 raised to 3 millimeter. ഗിവൺ ഡേറ്റ എഴുതി കഴിഞ്ഞു. 20 mm ഡയ ക്വസ്റ്റ്യൻ. ഈ 20 mm ഡയ സ്റ്റീൽ റോഡിന്റെ ഡയമീറ്റർ. അപ്പം ഡയമീറ്റർ D1 അല്ലേ, D1 is equal to 20 mm. Then subject to an axial tensile load, വലിക്കുകയാണ്. ഒരു സ്റ്റീൽ റോഡിന് 4 മീറ്റർ നീളമുണ്ട്, 20 mm ഡയമീറ്റർ ഉണ്ട്. ഈ സബ്ജക്ട് ടു ആൻ ആക്സിയൽ പുൾ, ഒരു ആക്സിയൽ ടെൻസൈൽ ലോഡ് ഓഫ് 45 kilonewton, that is P is equal to 45 into 10 raised to 3 Newton. 45 kilonewton എന്നാണ് തന്നിരിക്കുന്നത്, into 10 raised to 3 Newton. Find change in length കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണം, ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കണം, ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിക്കുക. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് E is equal to 200 kilonewton per millimeter square എന്ന്. അപ്പൊ നമുക്കറിയാം 200 into 10 raised to 3 Newton per millimeter square. ഓക്കെ, നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ചേഞ്ച് ഇൻ ലെങ്ത്, രണ്ടാമത്തെ ചേഞ്ച് ഇൻ ഡയ, മൂന്നാമത്തെ ചേഞ്ച് ഇൻ വോളിയം. അപ്പൊ നോക്കിയേ, ഹിന്റാണ് ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കുക. ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു P into L by A into E. എല്ലാം ഉണ്ടോ എന്ന് നോക്കിയേ. ഡെൽറ്റ L ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട ചേഞ്ച് ഇൻ ലെങ്ത് PL by AE. P എന്ന് പറയുന്നത് 45 into 10 raised to 3 Newton തന്നിട്ടുണ്ട്. ലെങ്ത് 4 meter, that is 4 into 10 raised to 3 millimeter. Area of the steel bar, area of the steel bar
pi d squared by 4, pi into 20 squared by 4. E, Young's modulus of elasticity of steel, 200 into 10 raised to 3. കിട്ടിയില്ലേ? ഡെൽറ്റ എൽ കിട്ടിയില്ലേ? Then change in diameter. ഡയമീറ്റർ വരുന്നത് എവിടെ ആയിരിക്കും? ഡയമീറ്റർ നമ്മൾ ഇതുവരെ ഡയമീറ്ററിനെ കുറിച്ച് പറഞ്ഞില്ല, തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചതാ ഡയമീറ്ററിനെ കുറിച്ച്. ലാറ്ററൽ സ്ട്രെയിൻ അല്ലേ? അപ്പൊ ലാറ്ററൽ സ്ട്രെയിന് എന്താ? പോയിസൺസ് റേഷ്യോ പിന്നെ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ. ഓക്കെ, ഈ പോയിസൺസ് റേഷ്യോ ക്വസ്റ്റ്യനകത്ത് പോയിസൺസ് റേഷ്യോ തന്നിട്ടുണ്ട് 3 എന്ന് കേട്ടോ. സോറി, ഞാൻ മറന്നുപോയി. 1/m ഈസ് ഈക്വൽ ടു 0.3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പോയിസൺസ് റേഷ്യോ 0.3 എന്ന് നമുക്കറിയാം. ലാറ്ററൽ സ്ട്രെയിനെ എങ്ങനെ എടുക്കുക? ഡെൽറ്റ ഡി ബൈ ഡി അല്ലേ? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ നമുക്ക് 0.3 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ബൈ ഡി എത്രയാണ്? 20 mm ഡയ 20 ഇൻറ്റു എൽ അങ്ങ് മോളിൽ പോകത്തില്ല, ഡെൽറ്റ എൽ താഴെ. എൽ എന്ന് പറയുന്നത് 4 മീറ്റർ 4000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇവിടെ കിട്ടി. ഡെൽറ്റ എൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഈ ഇക്വേഷനിൽ നിന്ന്. ആ വാല്യൂ കൂടി ഇട്ട് കൊടുത്താൽ എന്തേ ഉള്ളൂ? അൺനോൺ ഡെൽറ്റ ഡി എ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കണം. ഇനീഷ്യൽ വോളിയം കണ്ടുപിടിക്കാൻ പൈ ആർ സ്ക്വയർ എച്ച്, പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു എച്ച് എന്ന് നമുക്കറിയാം. ഫൈനൽ വോളിയം എങ്ങനെ വരും? നമ്മളിപ്പോൾ സിലിണ്ടറിന്റെ ചെയ്തായിരുന്നു. ചേഞ്ച് ഇൻ ഡയമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഡയമീറ്റർ ഇട്ട് കൊടുത്താൽ അടുത്ത വോളിയം കിട്ടും. 2 വോളിയം കൂടെ കുറയ്ക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം നമുക്ക് കിട്ടും. ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ ഇതൂടെ ഉള്ളു പറയാൻ, സ്ട്രെയിൻ എനർജി. ഈ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോണം. ഈ സ്ട്രെയിൻ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പം എന്നെ ഒരാൾ തള്ളുന്നു എന്ന് വെക്കുക, ഞാൻ ഇങ്ങനെ ബലത്തിൽ പിടിച്ച് നിൽക്കുന്നു. ഓക്കെ, എന്നെ ഒരാൾ തള്ളാൻ വരുന്നു. അപ്പം എന്നെ ഇങ്ങനെ തള്ളാൻ വരുമ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് വീണ് കൊടുക്കുമോ? ഇല്ല, എനിക്കിഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും പറ്റുന്ന, എനിക്ക് ഡിഫോമേഷൻ ഉണ്ടാകുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് മുറിയുന്നതോ ദേഹം ചതയുന്നതോ എൻ്റെ പല്ല് പോകുന്നതോ എനിക്കിഷ്ടമല്ല. അതെല്ലാം ഡിഫോർമേഷനാണ്. നീളം കൂടുക, വണ്ണം കുറയുക, ഇതെല്ലാം ഡിഫോർമേഷൻ. അതുപോലെ എനിക്ക് മുറിവ് പറ്റുക, എൻ്റെ പല്ല് പോവുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഡിഫോർമേഷനാണ്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല, എനിക്ക് ഡിഫോർമേഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? എന്നെ എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ തള്ളുമ്പോൾ ഞാൻ ബലം പിടിക്കും. ഞാൻ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കും. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സ് വീണ്ടും കൂട്ടുമ്പോൾ ഞാൻ വീണ്ടും ബലം പ്രയോഗിക്കും. ആ കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇന്റേണൽ എനർജി, ഒരു വാക്ക് വരികയാണ് എനർജി, ആ എനർജി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പം എന്താണ് ആ എനർജി? എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുന്ന ഉടനെ വർക്ക് നടക്കുകയാണ്. അവിടെ വലിച്ചു നീട്ടാൻ അല്ലെങ്കിൽ മറിച്ചിടാൻ, ഒരു ജോലി ചെയ്യിക്കുക അല്ലേ? ഒരു ജോലി നടക്കുക, ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. ആ വർക്ക് നടക്കുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് ഞാനൊരു എനർജി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ആ എനർജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഈ ഫോഴ്സ് അതിൽ കൂടുതലാണെങ്കിൽ എന്തു പറ്റും? ഞാൻ മറിഞ്ഞു വീഴും. ഇപ്പൊ ഫോഴ്സ് ഞാൻ എടുത്ത ഇന്റേണൽ എനർജി എക്സ്റ്റേണൽ ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ എനിക്ക് ഒരു മാറ്റം വരത്തില്ല. എൻ്റെ എനർജി വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഫോഴ്സ് മാറ്റിയാലും ആ എനർജി അവിടെ നിൽക്കും അല്ലേ? അതിനെയാണ് പറയുന്നത് സ്ട്രെയിൻ എനർജി ഡെവലപ്ഡ് അഗൈൻസ്റ്റ് ദി സ്ട്രെയിനിങ് ഓഫ് ദി മെറ്റീരിയൽ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റീരിയലില് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടേ, there develops an internal energy to resist the deformation due to the action of the external force. മനസ്സിലായല്ലോ? ഞാൻ വീഴാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, അതിനെ ഒപ്പോസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എൻ്റെ എനർജി, ദാറ്റ് ഈസ് ദി സ്ട്രെയിൻ എനർജി. പറഞ്ഞു മനസ്സിലായല്ലോ? ആ സ്ട്രെയിൻ എനർജിയെ കുറിച്ചാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന ചെറിയൊരു പോർഷൻ
അല്ലേ? അപ്പൊ ഈ സ്ട്രെയിൻ എനർജി എന്താണെന്ന് മനസ്സിലായാലോ? അപ്പൊ എല്ലാ ബോഡിയിലും ഈ റെസിസ്റ്റൻസിന് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ടെ റെസിസ്റ്റൻസിന് എഗൻസ്റ്റ് ആയിട്ട് അതിനെ തിരിച്ച് പഴയ രൂപത്തിലാക്കാനായിട്ട് എന്ത് വേണം? ഒരു എനർജി ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെയിൻ എനർജി എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നറിയാം? നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് ആക്സിസിൽ എന്ത് മാർക്ക് ചെയ്യണം? സ്ട്രെയിൻ എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണ്, അതായത് എക്സ്റ്റൻഷൻ ആണ് എക്സ് ആക്സിസിൽ കൊടുക്കുന്നത്, നീളം കൂടുന്നത്. വൈ ആക്സിസ് കൊടുക്കുന്നത് സ്ട്രെസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയാണ് ആദ്യം ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വന്നിട്ടാണ് ഇതിങ്ങനെ തിരിയാൻ പോകുന്നത്, ഗ്രാഫ് തിരിയാൻ പോകുന്നത്. ആ പോയിന്റിന് പറയുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാ. ഏതാണ്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ഇലാസ്റ്റിക് ലിമിറ്റ്. എന്താ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ പ്രത്യേകത? ലോഡ് കൂട്ടി സ്ട്രെയിൻ ഉണ്ടായി ഇങ്ങനെ വന്നു. എപ്പോൾ ലോഡ് വിഡ്രോ ചെയ്തോ അത് പഴയ പൊസിഷനിൽ ആകും. ആ ലിമിറ്റ് ആണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് ഡിഫോർമേഷൻ ഉണ്ടാവും. ലോഡ് വിഡ്രോ ചെയ്യുമ്പോൾ അത് പഴയ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, ദാറ്റ് ലിമിറ്റ് ഈസ് ടേംഡ് ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ഈ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ, അതായത് ഒരു ബോഡിയിൽ ലോഡ് കൊടുത്താൽ ആ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്ന ആ ലിമിറ്റിനുള്ളിൽ എവിടെ ആണെങ്കിലും ഡെവലപ്പ് ചെയ്യുന്ന, ആ ബോഡി ഡെവലപ്പ് ചെയ്യുന്ന എനർജിക്ക് പറയുന്ന പേരാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അതായത് റെസിലിയൻസ്. ഞാൻ പറഞ്ഞു ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സിന് അഗൻസ്റ്റ് ആയിട്ട്, ഡീഫോർമേഷൻ എതിരായിട്ട് എനർജി ഡെവലപ്പ് ചെയ്യും. അതെന്ന് പറയുന്നത് ഒരു ലിമിറ്റ് വരെ ആ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ വഴങ്ങി കൊടുക്കുക ചെയ്യുന്നത്. ആ നമുക്കുണ്ടാകുന്ന ഡിഫോർമേഷൻ കൂടുതലാണ്, അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് പോകാൻ തിരിച്ചു വരത്തില്ല. അപ്പം വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആ ഒറിജിനൽ ഷേപ്പിലേക്ക് അറ്റൈൻ ചെയ്യുന്ന ആ പീരീഡിൽ അതിലുണ്ടാകുന്ന ബോഡിയിലുണ്ടാകുന്ന എനർജിക്ക് പറയുന്ന പേരാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, ഈ ലിമിറ്റ് ഇതൊരു പി എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വെച്ചോ. മാക്സിമം ഇലാസ്റ്റിക് ലിമിറ്റ് ആ പോയിന്റ് വരെ ഉള്ളൂ തിരിച്ച് പഴയ പൊസിഷനിൽ വരുന്നത്. ബിയോണ്ട് ദാറ്റ് ലിമിറ്റ് ആ രൂപമേ മാറുകയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം എനർജി, അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നെ തള്ളിയിട്ട് ഞാൻ വീഴത്തില്ല, ഞാൻ ഇങ്ങനെ എനർജി കൂട്ടിക്കൊണ്ടിരിക്കുക. ആ എനർജി അപ്പം വെളിയിൽ നിന്ന് കൊടുക്കുന്ന ഫോഴ്സിനേക്കാൾ ഒരുപാട് കൂടുതലാണ് എൻ്റെ എനർജി. അപ്പൊ ഞാൻ വീഴത്തില്ല, പിടിച്ചു നിൽക്കുക. അതിന് അപ്പോൾ ഉള്ള എൻ്റെ എനർജിക്ക് പറയുന്ന പേരാണ് റെസിലിയൻസ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ എനർജി കൂട്ടി കൊണ്ടുവന്നിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് എനിക്കിനിയും പറ്റത്തില്ല, എനിക്ക് ഇന്റേണൽ എനർജി കൂട്ടാൻ യാതൊരു രക്ഷയുമില്ല, എൻ്റെ മാക്സിമമായി. ആ മാക്സിമത്തിൽ നിന്ന് ഒരു നെല്ലട വ്യത്യാസം വന്നാൽ ഞാൻ മറിഞ്ഞു വീഴും. ആ മറിഞ്ഞു വീഴുന്നതിന് തൊട്ടു മുമ്പ്, എന്നിലുള്ള ആ മറിഞ്ഞു വീഴുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ എടുത്ത എനർജിക്ക് എന്താ പറയുക? എൻ്റെ മാക്സിമം എനർജി. അത് കഴിഞ്ഞാൽ ഡീഫോർമേഷൻ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിന് ഡീഫോർമേഷൻ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ആ മാക്സിമം എനർജിക്ക് പറയുന്ന പേരാണ് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയും. പ്രൂഫ് റെസിലിയൻസ്. ഓക്കെ, അടുത്തത് ഇനി പറയാൻ പോകുന്നത് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയും. മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത് പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഈ പ്രൂഫ് റെസിലിയൻസ് പെർ വോളിയത്തിന് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. അതായത് ഞാൻ വീഴുന്നതിന് തൊട്ട് മുമ്പ് എപ്പോൾ വേണേലും എൻ്റെ എനർജി മെഷർ ചെയ്യാം. അതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഞാൻ വീഴുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എടുത്ത മാക്സിമം, എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള മാക്സിമം എനർജി, ഞാൻ എൻ്റെ എന്ന് പറയുന്ന ഏതൊരു മെറ്റീരിയലിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്, മാക്സിമം എനർജിക്ക് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയും. പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം, ഒരു ഒബ്ജക്റ്റിന്റെ യൂണിറ്റ് വോളിയത്തിലുള്ള പ്രൂഫ് റെസിലിയൻസിന് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സ്ട്രെയിൻ എനർജിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൂഫ് റെസിലിയൻസിനും മോഡുലസ് ഓഫ് റെസിലിയൻസിനും ഒക്കെ
അതായത് നമ്മളെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? എനർജി സ്റ്റോർഡ് ആണ്. എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കാൻ പോവാ. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ നിന്ന് എന്താണ്, ആ പോയിന്റിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും കറസ്പോണ്ടിങ് ഇങ്ങനല്ലേ വരുന്നേ? അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിലെ എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയയാണ് ആ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. അതായത് ഇത് ഡെൽറ്റ L ആണ്, ചേഞ്ച് ഇൻ ലെങ്ത്, എക്സ്റ്റൻഷൻ ആണ് അല്ലേ? ഇനി ഇവിടുത്തെ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ ഗ്രാഫിൽ ഏതാണ്ട് ഈ പോയിരിക്കുന്നത് ലോഡാണ്. P എന്ന് പറയുന്ന ലോഡാണ്. ആ ലോഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇപ്പം OAB എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഹാഫ് ഇൻറ്റു OA ഇൻറ്റു AB എന്നാണ്. ഹാഫ് ഇൻറ്റു OAക്ക് പകരം നമ്മൾ ഡെൽറ്റ L എന്ന് കൊടുക്കുന്നു. ഇൻറ്റു ഈ പോയിന്റ് എന്ന് പറയുന്നത്, ലോഡ് എന്ന് പറയുന്നത് ലോഡ് ബൈ ഏരിയയ്ക്കാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഗ്രാഫിൽ ഈ പോയിന്റ് കിട്ടുന്നത് പർട്ടിക്കുലർ ലോഡാണ്. ആ ലോഡിന്റെ ഇക്വേഷൻ P = F × A എന്നാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് F × A. ഓക്കെ, അപ്പം F × A എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നോക്കിക്കേ, ഈസ് ഈക്വൽ ടു ഡെൽറ്റ എല്ലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ E × L എന്ന് എഴുതിക്കൂടെ ഡെൽറ്റ എല്ലിനെ? അപ്പൊ ഹാഫ് ഇൻറ്റു E × ഡെൽറ്റ എൽ ഇൻറ്റു F × A. ഓക്കെ, ഇനി നോക്കിക്കേ, ഹാഫ് ഇൻറ്റു ഇക്ക് എങ്ങനെ കൊടുക്കാമെന്നറിയോ? ഇയുടെ വാല്യൂവിന് എങ്ങനെ കൊടുക്കാമെന്നറിയാമോ? E × L ആണ് ഡെൽറ്റ എൽ. സോറി E × L. ഡെൽറ്റ എല്ലിനെ നമ്മൾ എന്താക്കി? E × L. ഇനി ഹാഫ് ഇൻറ്റു ഇയെ എങ്ങനെ ആക്കാം? ഇ അങ്ങ് പോയി കഴിഞ്ഞാൽ F/E എന്ന് കൊടുക്കരുതോ? F/E ഇൻറ്റു L ഇൻറ്റു F ഇൻറ്റു A. നമ്മള് ഈ വലതുവശത്ത് ഇരിക്കുന്ന ഇക്വേഷനെയാണ് ഡെൽറ്റ എല്ലിന് വരെ E × L എന്നാക്കി, ഇക്ക് F/E എന്നാക്കി, ഇൻറ്റു L. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഹാഫ് ഇൻറ്റു എഫും F² ബൈ E × A × L. നോക്കാം, എഫും എഫുടെ F² ആയി, ഹാഫ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഹാഫിന് പകരം F² ബൈ 2E × A × L എന്ന് വന്നു. ഈ A × ഏരിയ × ലെങ്ത് എന്ത് വരും? F² ബൈ 2E × വോളിയം എന്ന് വേണമെങ്കിൽ എഴുതാം. സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ആണിത്. F² ബൈ 2E × L. F² ബൈ 2E × L സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെയിൻ എനർജി. ഇതെന്ന് പറയുന്നത് നമ്മളെ സ്ട്രെയിൻ എനർജി റെസിലിയൻസ് ആണിത്. റെസിലിയൻസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ, ആണ് F² ബൈ 2E × B. ബിക്ക് വരെ A × L എന്ന് കൊടുക്കാം. ഇനി പ്രൂഫ് റെസിലിയൻസ് കാണാനായിട്ട് ചോദിക്കുവാണ്. പ്രൂഫ് റെസിലിയൻസ് കാണാനായിട്ട് ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ തന്നെയാണ് അവിടുത്തെ പർട്ടിക്കുലർ ലോഡ് FP എന്ന് പറഞ്ഞാൽ എവിടത്തെയാ? മാക്സിമം ഇവിടെ വരുന്നത് ക്വസ്റ്റ്യനിൽ തരും, ഇവിടെ വരുന്നത് അത് അപ്ലൈ ചെയ്യുക. ഇനി മോഡുലസ് ഓഫ് റെസിലിയൻസ് ആണ് കാണാൻ വരുന്നതെങ്കിൽ മോഡുലസ് ഓഫ് റെസിലിയൻസിന്റെ ഡെഫിനിഷൻ എന്താണ്? എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. അപ്പം ഈ F² ഡിവൈഡഡ് ബൈ V എന്ന് വരും. ഈ വിയുടെ ക്യാൻസൽ ആയി പോയിട്ട് മോഡുലസ് ഓഫ് റെസിലിയൻസ് കാണാനുള്ള ഇക്വേഷൻ F² ബൈ 2E എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ചെറിയൊരു 3 കാര്യങ്ങളും കൂടെ ഉള്ളൂ. ലോഡ് വരുന്നത് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? F² ബൈ 2E × A × L. ഓക്കെ, സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളിലൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ മൊഡ്യൂൾ ഇവിടെ തീരും.
അതായത് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ലോഡ് പലതരം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിന് മുമ്പ് പഠിപ്പിച്ചായിരുന്നു. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ഉണ്ട്. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആദ്യം കുറേശ്ശെ കൂട്ടി കൊണ്ടുവരുന്നു. ആദ്യം സീറോ ലോഡിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞ് കൂട്ടി വരുന്ന ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ഉണ്ട്. അടുത്തത് സഡൻ ലോഡ് ഉണ്ട്. ദെൻ ഇമ്പാക്ട് ലോഡ് ഉണ്ട്. ഇത്രയും ലോഡ് ഉണ്ടാകുമ്പം ഉള്ള എന്താ വേണ്ടേ? സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ഓബ്ജക്റ്റില് എന്തുമാത്രം വർക്ക് ചെയ്യണം ഡിഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ, ആ എന്തുമാത്രം വർക്ക് ചെയ്യണം, വർക്ക് ഡൺ എന്ന് പറയുമ്പം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ആവറേജ് ഫോഴ്സ്, എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ആവറേജ് ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കുന്ന ഇത്. അപ്പം നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ, എന്തുമാത്രം എന്നെ വീഴിച്ചു, എന്തുമാത്രം എന്നെ വീഴിക്കാൻ ഫോഴ്സ് കൊടുത്തു അല്ലെങ്കിൽ വർക്ക് ചെയ്തു, എക്സ്റ്റേണൽ ആയിട്ട് ലോഡ് വന്ന ഉടനെ എന്തുമാത്രം വർക്ക് അവിടെ നടന്നു എന്ന് കാണണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എത്രയാണോ അത് ഇൻറ്റു എനിക്ക് എത്രമാത്രം ഡിഫോർമേഷൻ ഉണ്ടായി, എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ എത്രമാത്രം ഉണ്ടായി എന്നാണ് വേണ്ടിയത്. ആ വർക്ക് ഡൺ എന്തിന് ഈക്വൽ ആണെന്നറിയാമോ? ഉണ്ടായിരിക്കുന്ന സ്ട്രെയിൻ എനർജിക്ക് ഈക്വൽ ആണ് ഉണ്ടായിരിക്കുന്ന സ്ട്രെയിൻ. അപ്പോൾ ഒരു വസ്തുവിന് ഡിഫോർമേഷൻ, ഇവിടെ ശ്രദ്ധിക്കുക, ഇത്തിലൂടെ ഉള്ളൂ, ഒരു വസ്തുവിനുണ്ടാകുന്ന ഡിഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലേ, ആ ഡിഫോർമേഷൻ ഉണ്ടാക്കാൻ എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതിനുള്ളിൽ ഉണ്ടായ എനർജിക്ക് ഈക്വൽ ആണ്. അപ്പം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ഈക്വൽ ടു സ്ട്രെയിൻ എനർജി. അതിനകത്തുണ്ടാകുന്ന എനർജിക്ക് ഈക്വൽ ആണ്. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഗ്രാജുവൽ ലോഡിംഗ് ആണെന്ന് വെച്ചോ, ഗ്രാജുവൽ ആയിട്ട് ലോഡ് കൂട്ടുക. ഈ ഗ്രാജുവൽ ആയിട്ട് ലോഡ് കൂട്ടുമ്പം ലോഡ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ആവറേജ് ഫോഴ്സിന്റെ എക്സ്റ്റൻഷൻ അല്ലേ. ആ ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തുവാ? ആദ്യം ലോഡ് സീറോ ആയിരുന്നു. സീറോയിന്ന് കൂട്ടി പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് സീറോയിന്ന് കൂട്ടി 50 കിലോമീറ്റർ വരെ കൊടുത്തു. അപ്പൊ ആവറേജ് ഫോഴ്സ് എത്ര? 0 + 50 / 2 അല്ലേ. അപ്പൊ സീറോയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വരെ എത്തി, അതാണ്. അപ്പൊ 0 + p/2 ദാറ്റ് ഈസ് ദ ആവറേജ് ഫോഴ്സ് അപ്ലൈഡ് ഇൻടു എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ അല്ലേ. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? സ്ട്രെയിൻ എനർജിക്ക് ഈക്വൽ ആണ്. F²/2E ഇൻടു A ഇൻടു എൽ. നമ്മളെ സ്ട്രെയിൻ എനർജിക്ക് ഈക്വൽ ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സ്ട്രെയിൻ എനർജിക്ക് ഈക്വൽ ആണ്. രണ്ടിനെ ഇക്വേറ്റ് ചെയ്തതാ. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഫോഴ്സ് ഇൻടു എക്സ്റ്റൻഷൻ 0 + p/2 ഇൻടു ഡെൽറ്റ എൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? p/2 ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു F²/2E ഇൻടു A ഇൻടു എൽ. ഓക്കെ, ഇനി ഡെൽറ്റ എല്ലിനെ എങ്ങനെ കൊണ്ടുവരാം? ഡെൽറ്റ എല്ലിന് പകരം എന്തെഴുതാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡെൽറ്റ എല്ലിന് പകരം ഇവിടെ ശ്രദ്ധിച്ചേ, F ഈസ് ഈക്വൽ ടു ഡെൽറ്റ എല്ലിന് പകരം ഓക്കെ p/2 ഇൻറ്റു F ഇൻറ്റു L/E എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇക്ക് ഡെൽറ്റ F/ഡെൽറ്റ L/E ഈസ് ഈക്വൽ ടു E ആണ്. F/E ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിച്ചേ, F/E ഈസ് ഈക്വൽ ടു E, the E equation. അപ്പം F ഈസ് ഈക്വൽ ടു E ഇൻറ്റു E എന്നാണ്. F ഈസ് ഈക്വൽ ടു E എന്ന് പറയുന്നത് ഡെൽറ്റ L/L ഇൻറ്റു E ആണ്. അപ്പൊ ഡെൽറ്റ L മാത്രം എടുത്താൽ എന്തെഴുതാം? FL/E. FL/E, ഡെൽറ്റ എല്ലിന് FL/E ഈസ് ഈക്വൽ ടു F²/2E ഇൻറ്റു A ഇൻറ്റു L. നോക്കിയേ, ഈക്വൽ സൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതെല്ലാം ഒന്ന് ക്യാൻസൽ ആക്കാനുള്ളത് ക്യാൻസൽ ആക്കാം. ഈ 2 വേണ്ട, ഇവിടെ ഒരു 2 ഉണ്ട്. ഈ വേണ്ട, ഇവിടെ ഒരു E ഉണ്ട്. ഈ L വേണ്ട, ഇവിടെ ഒരു L ഉണ്ട്. ഓക്കെ, ഈ F വേണ്ട, ഇവിടെ ഒരു F പോയി. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്?
പി ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എയും ഉണ്ട് എഫും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ അതായത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പി സ്ട്രെസ് എഫ് ഈസ് ഈക്വൽ ടു പി ബൈ എ. ഇതാണ് നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ, അതിലേക്ക് കൊണ്ടുവന്നതാണ് ഇത്. ഓക്കെ, ഇനി സഡൻലി അപ്ലൈഡ് ലോഡ് ആണെന്ന് വെച്ചോ. സഡൻലി അപ്ലൈഡ് ലോഡ്, സഡൻ ആയിട്ട് അപ്ലൈ ചെയ്ത ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഈ 0 പ്ലസ് പി ബൈ വേണം എഴുതേണ്ട കാര്യമില്ലല്ലോ. സഡൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആവറേജ് ലോഡ് ഉണ്ടോ? ഒറ്റ അടി തരുവാണെന്നുണ്ടെങ്കിൽ ആ അടി എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് അപ്ലൈ ചെയ്യുന്ന, ഗ്രാജുവലായിട്ട് അപ്ലൈ ചെയ്യുന്ന ലോഡ് ആണെങ്കിൽ ഇനീഷ്യലി 0 ദെൻ ഗോസ് ടു 50 കിലോ ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ആവറേജ് എടുക്കണം, 0 പ്ലസ് 50/2 എന്ന് എടുക്കണം. ബട്ട് സഡൻ ആയിട്ട് അപ്ലൈ ചെയ്ത ലോഡ് ആണെങ്കിൽ ആ ഒറ്റ ലോഡേ ഉള്ളൂ, അതായത് പി ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് മാത്രമേ ഉള്ളൂ. പി ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പി ഇൻറ്റു ഡെൽറ്റ എല്ലിന് പകരം പി ഇൻറ്റു ഡെൽറ്റ എല്ലിന് പകരം പി ഇൻറ്റു ഡെൽറ്റ എല്ലിന് പകരം എന്ത് കൊടുക്കും? എഫ് ബൈ ഇ ഇൻറ്റു എൽ. ഓക്കെ, എഫ് ബൈ ഇ ഇൻറ്റു എൽ. ഇനി നമുക്ക് ബാക്കിയൊക്കെ ക്യാൻസൽ ആക്കി പോയി, എല്ല് പോയി, എല്ല് പോയി, ഇ പോയി, ഇ പോയി അല്ലേ. അപ്പൊ പി ഈസ് ഈക്വൽ ടു എഫ് എ ബൈ 2 അല്ലേ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2p ബൈ എ എന്ന് വരും. ഓക്കെ, ഇതേപോലെ ഇനി എന്താണ്? സഡൻലി അപ്ലൈഡ് ലോഡ് കഴിഞ്ഞു. ഇനി ഇമ്പാക്ട് ലോഡ്. ഇമ്പാക്ട് ലോഡ് എന്ന് പറയുമ്പം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഒരു സഡൻ ലോഡ് പോലെ തന്നെ ഫ്രാക്ഷൻ ഓഫ് എ ഷോക്ക് ലോഡും അതുമെല്ലാം ഒരുപോലെയാണ്. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ഒരു വലിയ ലോഡ് ഒരു മെറ്റീരിയലിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ്, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ രണ്ടും ഒന്ന് എഴുതിയെടുത്തുള്ള എഫ് ഈസ് ഈക്വൽ ടു 2p ബൈ എ. അതായത് നമ്മുടെ ഈ രണ്ടാമത്തെ ഷോക്ക് ലോഡ് പോലെ തന്നെ എന്താ ഹൈറ്റ് കുറവാണെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു മെറ്റീരിയലില് ഒരു ഇമ്പാക്ട് ലോഡ് വലിയൊരു ഹൈറ്റിൽ നിന്ന് വീഴുന്നതുകൊണ്ട് തൊട്ട് മോളിൽ നിന്ന് വീഴുന്നതുകൊണ്ട്. അപ്പൊ ഈ തൊട്ട് മോളിൽ നിന്ന് വീഴുകയാണെങ്കിൽ ഹൈറ്റ് ഇല്ല, അതപ്പോ ഒരു സഡൻ ലോഡിന്റെ എഫക്റ്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം എഫ് ഈസ് ഈക്വൽ ടു 2p ബൈ എ എന്നാണ് എടുക്കുന്നത്. ഇനി ഒരു ഹൈറ്റ് കൂടിയെടുത്തു എന്ന് വരികയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2e ഇൻറ്റു പി ഇൻറ്റു എച്ച് ബൈ ഡെൽറ്റ എൽ ഹൈറ്റ്. അപ്പം ഈ മൂന്ന് കാര്യം, അതായത് നമ്മളിപ്പോൾ സ്ട്രെയിൻ എനർജി പറഞ്ഞപ്പം സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ലോഡ് കൊടുക്കുന്ന ഉടനെ ആ ബോഡിയിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ ആ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജിക്ക് പറയുന്ന പേരാണ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന മാക്സിമം എനർജിക്ക് എപ്പോൾ എടുക്കുന്ന ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ എടുക്കുന്ന എനർജിക്ക് പറയുന്ന പേര് റെസിലിയൻസ് എന്നാണ്. ആ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ അതിന് ഡിഫോർമേഷൻ ഉണ്ടായാൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ. ആ വരെ എടുക്കുന്ന മാക്സിമം എനർജിക്ക് പറയുന്ന പേര് പ്രൂഫ് റെസിലിയൻസ് എന്നാണ്. ഇനി പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയത്തിന് പറയുന്ന പേര് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്നാണ്. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്ന് ഒരു ഏരിയ, സ്ട്രെയിൻ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഇങ്ങനെയുള്ള ഗ്രാഫിൽ നിന്ന് ½ എന്നുള്ള ഫോർമുലയിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ കൊണ്ടുവന്നു, സ്ട്രെയിൻ എനർജിക്കുള്ള ഇക്വേഷൻ കൊണ്ടുവന്നു. F²/2E ഇൻറ്റു എ ഇൻറ്റു എൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, ഈ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ലോഡിങ് 3 തരമുണ്ട്. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ഉണ്ട്, സഡൻ ലോഡിംഗ് ഉണ്ട്, ഇമ്പാക്ട് ലോഡിംഗ് ഉണ്ട്. അപ്പോൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി 0 എന്നുള്ള ലോഡിങ്ങിൽ നിന്ന് ഫൈനലിലേക്ക് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ലോഡ് അപ്ലൈ ചെയ്യും. അപ്പം ഇനി വർക്ക് ഡൺ എന്ന് പറയുമ്പം ആവറേജ് ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷൻ എന്നാണ്. ആവറേജ് ലോഡ് ഗ്രാജുവലി വേരിങ് ലോഡിൽ 0 പ്ലസ് ആ പർട്ടിക്കുലർ വാല്യൂ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ. അപ്പോൾ ഡെൽറ്റ എല്ലിനെല്ലാം നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തോണ്ട് അതിനെ എന്ത് ചെയ്തു? ഇതുമായിട്ട് ഈക്വേറ്റ് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും കുറച്ച് കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ കിട്ടി. അപ്പം ഈ 3 ലോഡിങ്ങിൻ്റെ കേസിലുമുള്ള എനർജി കണ്ടുപിടിക്കാൻ, സ്ട്രെസ് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് പറ്റും.
അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, മോഡലിംഗ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ അനുസരിച്ചുള്ളതുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂളുമായിട്ട് വരും. ഓക്കെ, താങ്ക് യു.